കർത്താവിൻ്റെ ശ്രേഷ്ഠമായ നാമം ഈ പകൽക്കാലം വിശുദ്ധ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചുരുക്കം പേരായി ദൈവസന്നിധാനത്തിൽ വളരെ പ്രതീക്ഷയോടെ ഒരുക്കത്തോടെ ആയിരിക്കുവാൻ കർത്താവ് സഹായിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ ഈ പ്രവർത്തനങ്ങൾക്ക് ലീഡ് ചെയ്യുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പീറ്റർ ബോയിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ കടന്നു വന്നു. പ്രിയ ദൈവഭൃത്യൻ സോണറ്റ് ബ്രദർ കുടുംബങ്ങളെ, അതുപോലെ മറ്റു ദൈവഭൃത്യന്മാർ അനുഗ്രഹമായി സ്വതന്ത്രം കൊയർ ലീഡ് ചെയ്യുവാനും പാടുവാനും വായിക്കുവാനും ഒക്കെ കർത്താവ് സഹായിച്ചല്ലോ. ചെറിയ തുടക്കങ്ങളെ വലിയ അനുഗ്രഹമാക്കുന്ന നമ്മുടെ നല്ല കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുണ്ട്. സ്വതന്ത്രം പ്രവാചക ശിഷ്യന്മാർ പറയുന്ന, ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം ഇടുക്കമെന്ന് ഞങ്ങൾ അറിയുന്നു. അതിനുള്ള പരിഹാരം അവർ തന്നെ പറയുന്നു. യോർദാനോളം കടന്നുപോയി മരങ്ങളെ കൊണ്ടുവരണം. അവരുടെ ശൂന്യത അവർക്ക് മനസ്സിലായി. ദൈവം അവരുടെ സാഹചര്യങ്ങളെ അറിയാത്തത് കൊണ്ടല്ല, കാണാത്തത് കൊണ്ടല്ല. എന്നാൽ അവർ അതിനൊരു പരിഹാരത്തിനായി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോൾ പ്രവാചകൻ പറയുന്നു, പെക്കൊൽക. ഇന്ന് പകൽക്കാലം ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി നാം ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുവാൻ തയ്യാറാകുമ്പോൾ അടുത്ത സ്റ്റെപ്പ് ദൈവം നമ്മുടെ കരം പിടിച്ച് മുന്നോട്ട് നടത്തുവാനിടയായി തീരും. എല്ലാം നന്നായിട്ട് ഇറങ്ങാമെന്നല്ല, സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് തുടങ്ങാമെന്നല്ല. ഉള്ള പ്രതികൂലത്തിന്റെ നടുവിൽ, ആ ശൂന്യതയുടെ നടുവിൽ നാം വിശ്വാസത്തോടെ ചുവട് വയ്ക്കുവാൻ തയ്യാറാകുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ആത്മാവിനോട് ഇങ്ങനെ പറയുന്നു, നല്ല തുടക്കങ്ങളെ ഒരു വലിയ അനുഗ്രഹത്തിലേക്ക് ദൈവം മാറ്റും. വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനമാണ് നല്ലത്. സ്തോത്രം, ഹല്ലേലൂയ. തുടക്കം നന്നായി അനേക വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഭക്തനായ ആസ നോക്കണമേ, തുടക്കം പ്രാർത്ഥനയിലാണ്. ദൈവവുമായുള്ള വലിയ ബന്ധത്തിലാണ് അവൻ തുടങ്ങിയത്. എന്നാൽ സ്വത്രം 15-ാം സംവത്സരത്തിലും 35-ാം സംവത്സരത്തിലും 38-ാം സംവത്സരത്തിലെല്ലാം ദൈവത്തോട് കൂടെ ഇരുന്നാൽ അവസാനത്തെ ചില നിമിഷങ്ങൾ, വർഷങ്ങൾ ദൈവത്തിൽ നിന്ന് അവൻ അന്യപ്പെട്ടു പോയി. സ്തോത്രം. വചനം പറയുന്നു, അവൻ ദൈവത്തിലല്ല മനുഷ്യരിൽ ആശ്രയിച്ചു. അവന്റെ അവസാനം പരാജയപ്പെട്ടു പോയി. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ചില നിമിഷങ്ങൾ കൊണ്ട്, ചില മണിക്കൂറുകൾ കൊണ്ട് ജീവിതത്തിൽ ഒരു പ്രയോജനവുമില്ലാത്ത ഭാവിയായ എല്ലാവരാലും തള്ളപ്പെട്ട കുരിശിൽ കിടന്ന കള്ളൻ നോക്കണമേ, ചില സെക്കൻഡുകൾ അവന്റെ ജീവിതത്തിലെ അവസാനം നല്ലതായി തീരുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം നാം എങ്ങനെ തുടങ്ങുന്നുവല്ല എന്നല്ല, നമ്മുടെ സ്വത്രം തുടക്കമല്ല, നമ്മുടെ ഒടുക്കത്തെ സ്വത്രം അറിയുന്ന ഒരു കർത്താവ്. സ്വത്രം നിങ്ങളിൽ നല്ല പ്രവൃത്തി തുടങ്ങിയവർ കർത്താവ് യേശുവിന്റെ വരവോളം അതിനെ തികയ്ക്കും. ഒരു പൂർത്തീകരണം, ഒരു നിലനിൽപ്പ് നമ്മുടെ ആത്മീക മണ്ഡലത്തിൽ വെളിപ്പെടേണ്ടതിനായി കർത്താവ് അതിനാവശ്യമായ എല്ലാ മുഖാന്തരങ്ങളെ ഒരുക്കട്ടെ. വിശ്വാസത്താൽ തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ മുന്നോട്ടുള്ളതായ വിശാലതയും അനുഗ്രഹവും കർത്താവ് നൽകി ദൈവഭൃത്യന്മാരെ സഭയെ മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുത്രം വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ചെറിയ ആട്ടിൻകൂട്ടമേ നിങ്ങൾ ഭയപ്പെടണ്ട. സ്വത്രം സ്വത്രം ആളിൽ ചുരുക്കം പേരാണെങ്കിലും വലിയ വിശാലത വരുത്തുന്ന നല്ല കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അതാണ് പ്രവാചക ശിഷ്യൻ 6 പ്രാവശ്യം പോയി നോക്കി. എന്തെങ്കിലും കോളുണ്ടോ, എന്തെങ്കിലും നന്മയുണ്ടോ? 6 പ്രാവശ്യം കാണുന്നതെല്ലാം ശൂന്യമാണ്. 7-ാം പ്രാവശ്യം പോയി നോക്കി അവൻ പറയുന്ന, ചെറിയൊരു കൈപ്പത്തി ഞാൻ കാണുന്നു. ആത്മീക ദർശനമുള്ള പ്രവാചകൻ പറയുന്നു, അത് മഴയ്ക്കുള്ള അനുഗ്രഹത്തിന്റെ ഒരു കോള് തന്നെ. മുമ്പിൽ സാഹചര്യങ്ങളെല്ലാം അസാധ്യമെന്ന് തോന്നിയാലും
ആമേൻ 6 പ്രാവശ്യം മുങ്ങി പൊങ്ങിയിട്ടൊന്നും സംഭവിച്ചില്ല. 7ാമത്തെ പ്രാവശ്യം നോക്കണമേ, അവന്റെ ശരീരം ബാലന്റെ ശരീരം പോലെയായെങ്കിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ചെറിയ തുടക്കത്തെ അനുഗ്രഹമാക്കുന്ന ദൈവ ഇന്ന് പകൽക്കാലം സഭയോട് കൂടെയുണ്ട്, നിങ്ങളുടെ ജീവിതത്തോട് കൂടെയുണ്ട്. നിങ്ങളുടെ കരത്തെ അവൻ ആമേൻ പിടിക്കുന്നുണ്ട്. ആ കരം ഉയർത്തി ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയോട്ടെ. യഹോവയുടെ ഭുജം, അവന്റെ കര ഇന്ന് പകൽക്കാലം നമുക്ക് അനുഗ്രഹമാകട്ടെ. 1-2 വചനങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ വേഗത്തിൽ വായിച്ച് ദൈവ നിയോഗം പോലെ മുന്നോട്ട് പോകുവാൻ ദൈവത്തിൽ നാമത്തിൽ ശരണപ്പെടുന്നു. നമുക്ക് വളരെ സുപരിതമായ ഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തി, ബുക്ക് ഓഫ് ആക്ട്സ്. ആമേൻ 11-ാം അധ്യായം അതിന്റെ 21-22 വാക്യം. ആമേൻ സ്തോത്രം. അതുപോലെ ആമേൻ സ്തോത്രം. യെശയ്യാവിന്റെ പ്രവചനം 30-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം കൂടെ വായിച്ചാൽ കൊള്ളായിരിക്കും. ആമേൻ അപ്പോസ്തല പ്രവൃത്തി 11-ന്റെ 21, 22, 23. കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. അവരെ കുറിച്ചുള്ള ഈ വർത്തമാനം യെരൂശലേമിലെ സഭയുടെ ചെവിയിൽ എത്തിയപ്പോൾ അവർ ബർന്നബാസിനെ അന്ത്യോക്യയോളം പറഞ്ഞയച്ചു. അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. മതി. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ കരം, the presentation of the gods of the Lord, the presentation of the hands of the Lord. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ കരത്തിന്റെ അവതരണം. സ്തോത്രം. ആമേൻ. ഒരു ഭാഗം കൂടെ വായിക്കാം. ആമേൻ സ്തോത്രം. യെശയ്യാവ് 30-ന്റെ 30 കൂടെ വായിച്ചാട്ടെ. തന്റെ ഭുജത്തിന്റെ പ്രസന്റേഷൻ ഓഫ് ആംസ് ഓഫ് ദ ലോർഡ് സ്തോത്രം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. സ്തോത്രം. ആമേൻ സ്തോത്രം. ഇന്ന് പകൽക്കാലവും വളരെ പ്രതീക്ഷയോടെ, ഒരുക്കത്തോടെ, സമർപ്പണത്തോടെ ആമേൻ രഹസ്യമുറിയിൽ, പ്രാർത്ഥനാ മുറിയിൽ മുഴങ്കാൽ മടക്കുന്ന ഒരു ഭക്തന് വേണ്ടി, ഒരു ദൈവ പൈതലിന് വേണ്ടി തൻ്റെ ഭുജത്തിന്റെ ശക്തി, ഭുജത്തിന്റെ സൗന്ദര്യം, തൻ്റെ കരത്തിന്റെ ആമേൻ വിടുതൽ വെളിപ്പെടുത്തുവാൻ നമ്മൾ ആരാധിക്കുന്ന ദൈവം, സർവശക്തനായ ദൈവം, ആ ദൈവത്തെ കരമുയർത്തി ഒന്ന് മഹത്വപ്പെടുത്തുകയാണ്. അവനെ എങ്ങനെയാണ് ദൈവം തന്റെ ഭുജത്തിന്റെ അവതരണം വെളിപ്പെടുത്തുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇതൊരു വ്യക്തിയാണോ? നാം ബൈബിളിലേക്ക് കടന്നു വരുമ്പോൾ യെശയ്യാവിന്റെ പ്രവചനം 52-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യഹോവ തന്റെ വിശുദ്ധ ഭുജം സകല ജാതികളും കാൺകെ നഗ്നമാക്കിയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. യഹോവ തന്റെ വിശുദ്ധ ഭുജം സകല ജാതികളും കാൺകെ നഗ്നമാക്കിയിരിക്കുന്നു. ആമേൻ സ്തോത്രം. എങ്ങനെയാണ് താൻ നഗ്നമാക്കിയിരിക്കുന്നത്? ഒരു വ്യക്തിയാണോ? ആമേൻ സ്തോത്രം. നാം യെശയ്യാവ് 53-ൽ 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, ഇടത്തേക്കൊന്ന് വായിച്ചാട്ടെ. യെശയ്യാവ് 53. നോക്കണമേ, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? സ്തോത്രം. ആമേൻ സ്തോത്രം. അവൻ ഇളയ തൈ പോലെ വരണ്ട നിലത്തു നിന്നും വേരൂന്നും. സ്തോത്രം. ഹല്ലേലൂയ. ആ വരണ്ട നിലത്തിന് എബ്രായ പദത്തിൽ 3 പദങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 1 ആമേൻ ഡെസർട്ട്, 2 അരിഡ്, 3 കോൺക്രീറ്റ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആമേൻ സ്തോത്രം നാം മനസ്സിലാക്കുക, ദൈവത്തിന്റെ ഭുജമാകുന്ന ക്രിസ്തു അവൻ വരണ്ട നിലത്ത് ഇളയ തൈ പോലെ. സ്തോത്രം. അവൻ ഡെസറിനെ കുറിച്ച്, മരുഭൂമിയെ കുറിച്ച് നാം പഠിച്ചാൽ, ജീവജാലങ്ങൾക്ക് വളരണമെങ്കിൽ, ജീവനുള്ളതിന് നിലനിൽക്കണമെങ്കിൽ ഒരു അസാധാരണമായ വില കൊടുത്തേ പറ്റത്തുള്ളൂ. മരുഭൂമിയിൽ അടിക്കുന്ന കാറ്റ് ഉഷ്ണക്കാറ്റാണ്. മുളച്ചു വരുന്നതിനെ എല്ലാം ആമിസ്തത്വം തകർത്ത് കളയുവാൻ സാധ്യത കൂടുതലാണ്. ഒരു ഉറവയ്ക്ക് മരുഭൂമിയിൽ ഒഴുകണമെങ്കിൽ സാധാരണ ആമിസ്തത്വം മഴ പോരാ, ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെട്ടേ പറ്റത്തുള്ളൂ. ഉറവയ്ക്ക് സ്വയം ആമേൻ ഒഴുകാൻ കഴിയത്തില്ല. അതിനൊരു പരിധിയുണ്ട്. എന്നാൽ ആമേൻ മരുഭൂമിയിൽ ഇതിന് ഒഴുകണമെങ്കിൽ ആമേൻ ഒരു പേമാരി മഴ ഉയരത്തുനിന്ന് പെയ്തേ പറ്റത്തുള്ളൂ. സ്തോത്രം.
എന്നാൽ ഒഴുകുന്ന ഉറവയെ സ്തോത്രം വിഴുങ്ങിക്കളയുന്ന പ്രതികൂല മരുഭൂമിയിൽ അതികഠിനമാണെന്ന് മറന്നു പോകണ്ട. സ്തോത്രം. Praise God, hallelujah. സ്തോത്രം. അതാണ് ഡെസർട്ടിന്റെ പ്രത്യേകത. സാധ്യത വളരെ കുറവാണ്. സ്തോത്രം. അരുടിനെ കുറിച്ച് പറയുന്നു നിർജ്ജന പ്രദേശം. സ്തോത്രം. ഹല്ലേലൂയ. നിർജ്ജന പ്രദേശത്ത് സ്തോത്രം ജീവജാലങ്ങൾക്ക് അല്ലെങ്കിൽ സസ്യാദികൾക്ക് വളരണമെങ്കിൽ സ്തോത്രം ഒത്തിരി വില കൊടുക്കേണ്ടതുണ്ട്. സ്തോത്രം. Praise God. മൂന്നാമതായി കോൺക്രീറ്റ്. നമുക്കറിയാം മണലും സിമന്റും വെള്ളം എല്ലാം ചേർത്ത് ഇത് കോൺക്രീറ്റ് ആക്കിയാൽ പിന്നെ വെള്ളത്തെ വേർതിരിച്ചെടുക്കുവാൻ സാധ്യത വളരെ കുറവാണ്. വചനം പറയുന്നു ദൈവത്തിന്റെ ഭുജമാകുന്ന ക്രിസ്തു വരണ്ട നിലത്ത് ഇളയ തൈ പോലെ. ഇന്ന് പകൽക്കാല നീ നോക്കുമ്പോൾ ചിലപ്പോൾ മരുഭൂമിയാകാം, പാറ പോലുള്ള അനുഭവമാകാം, വരണ്ട അനുഭവമാകാം. സാധ്യതകളൊന്നും ഇല്ലെന്ന് ചിലപ്പോൾ വിധിയിടിക്കുക. സാഹചര്യം എന്തായി തീരുമെന്ന് 100 ചോദ്യങ്ങൾ മുൻപിൽ വരാം. എന്നാൽ ഇന്ന് പകൽക്കാലം ആത്മാവ് പറയുന്നു നിന്റെ 100 അസാധ്യതകളുടെ നടുവിൽ ഇന്ന് പകൽക്കാലം സാധ്യമാക്കുന്ന ദൈവത്തിന്റെ കരത്തിന്റെ ശക്തി ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തുവാൻ നാം ആരാധിക്കുന്ന ദൈവ സർവശക്തിയുള്ള ദൈവ വിശ്വാസമുണ്ടെങ്കിൽ കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. വചനം പറയുന്നു മരുഭൂമിയിൽ ഇസ്രായേലിനെ മരുഭൂമിയിൽ ഞാനൊരു കുതിരപ്പടയെ പോലെ ആഴങ്ങളിലൂടെ നടത്തിയ ആഴം. ഈ മരുഭൂമിയിൽ ഒരു ആഴമുണ്ടെന്ന്, ഈ മരുഭൂമിക്കകത്തൊരു നന്മയുണ്ടെന്ന് ഇത് കാണണമെങ്കിൽ ആത്മീക കണ്ണു തുറന്നവർക്കെ കാണാൻ പറ്റത്തുള്ളൂ. കുതിരപ്പടയെ പോലെ ആഴത്തിലെ നന്മ, ആഴത്തിലെ അനുഗ്രഹം ഇന്ന് പകൽക്കാലം ആരാധിക്കുന്നു നമുക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്നു നമുക്ക് വേണ്ടി, മുഴങ്കാൽ മടക്കുന്നു നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുക. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. കരങ്ങളെ അടിച്ചൊരു നിമിഷ ശക്തിയോടെ ദൈവത്തെ സ്തോത്രം ചെയ്താണ്. അതല്ലേ യേശുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. മറിയടുക്കൽ ദൂതൻ വന്ന് പറയുന്നു നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്നാൽ അവൾ ചോദിക്കുന്നത് എങ്ങനെ സംഭവിക്കും? സാധ്യതയൊന്നുമില്ല. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നോക്കണമേ, ദൂതന്റെ ദൂത് അവൻ ഏറ്റെടുത്താൽ 100 ചോദ്യങ്ങളാണ് അവളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. നിന്നയാണ് അവൾ അഭിമുഖീകരിക്കേണ്ടത്. കുടുംബത്തിൽ നിന്ന് പുറത്താകാം, സഭ പുറത്താകാം, പട്ടണം അവളെ പുറത്താക്കാം. ഇനി മറിയയുടെ തീരുമാനം, ഡിസിഷനാണ്. ദൈവത്തിന്റെ ദൂത് ഏറ്റെടുക്കണമോ തിരസ്കരിക്കണമോ? ഇന്ന് പകൽക്കാലം ചിലപ്പോൾ ദൈവത്തിന്റെ ദൂതിനെ ചുവൽ കൊടുക്കുമ്പോൾ നിന്ന ഇല്ലാതിരിക്കത്തില്ല, പ്രതിസന്ധി ഇല്ലാതിരിക്കത്തില്ല, ചോദ്യങ്ങൾ മുമ്പിൽ ഇല്ലാതിരിക്കത്തില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ഓർക്കണ, ലോകം നിന്റെ മുമ്പിൽ വയ്ക്കുന്ന നിന്നയും ചോദ്യ ചിഹ്നങ്ങൾക്ക് അധിക താമസമില്ല. രഹസ്യത്തിൽ കൈമാറുന്ന വിഷയത്തെ പരസ്യമായി സ്വന്തം വെളിപ്പെടുത്തുന്ന ഒരു ദൈവം. രഹസ്യത്തിൽ കൈമാറുന്ന ചിലതുണ്ടല്ലോ, രഹസ്യമുറിയിൽ കൈമാറുന്നതിനെ പരസ്യമായി വെളിപ്പെടുത്തുന്ന ഒരു ദൈവം. 4 പേരുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ദൈവം. പരസ്യമായി ദാവീദിനോട് ചോദിച്ചോ, നീ ഒരു വടിയോടുകൂടെയാണോ എന്റെ അടുക്കൽ വരുന്നത്? വടിയോടുകൂടെയാണോ? ദൈവദാസനെ ആത്മാവ് പറയുന്നു ദാവീദിനൊരു വടിയെങ്കിൽ ആ വടിക്കൊരു പ്രത്യേകതയുണ്ട്. മോശയുടെ വടിയിൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ദാവീദ് നോക്കണമേ, അവൻ വനാന്തരത്തിലായിരുന്നപ്പോൾ ആടുകളെ മേച്ചൊരു വടിയുണ്ടായിരുന്നു. പിറക്കി ഒരു കല്ലുണ്ടായിരുന്നു, ഒരു കവണയുണ്ടായിരുന്നു. ഒരു മുമ്പിൽ അവൻ കടന്നു വരുന്നത് പോലെയോ. നോക്കണമേ, വെല്ലുവിളികൾ മുമ്പിൽ ഉയർന്നു വരുമ്പോൾ, ഇന്ന് പകൽക്കാലം ചോദ്യ ചിഹ്നങ്ങൾ മുമ്പിൽ വരുമ്പോൾ, ആരാണ് ദാവീദെന്ന് സ്തോത്രം നോക്കി നിൽക്കുന്നവരുടെ നടുവിൽ പ്രൂഫ് ചെയ്യുന്ന ഒരു ദൈവ ഇന്ന് പകൽക്കാലം ദൈവദാസനെ അവൻ ജീവിക്കുന്നുവെന്ന് ആത്മവാഴത്തിൽ ഒരു ദൂത് വെളിപ്പെടുത്തുന്നു.
യുദ്ധം ചെയ്യേണ്ട യോഗ്യതയുള്ളവരല്ല. അവൻ മല്ലന്റെ വെല്ലുവിളി കണ്ട് മാറിപ്പോകയാ. അഭിഷേക നോക്കണമേ, യോദ്ധാക്കന്മാർ ഹല്ലേലൂയ ഇവനോട് എതിർത്ത് വരുവാൻ കഴിയാതെ ഇസ്രായേലിന്റെ നിന്ദയെ നിന്ദിക്കുന്ന നിന്ദയെ മാറ്റുവാൻ അവൻ ഒരുവനും കഴിയാതിരിക്കുമ്പോൾ നോക്കണമേ, അഭിഷേകമുള്ളവൻ കടന്നു വരുന്നു. ലോകമെല്ലാം നോക്കുമ്പോൾ, ദേശമെല്ലാം നോക്കുമ്പോൾ ദൈവം അവനിലൂടെ ചെയ്ത പ്രവൃത്തി, ദൈവത്തിന്റെ പദ്ധതി അവൻ ദേശം കണ്ടെങ്കിൽ ആത്മാവ് പറയുന്നു. തുടങ്ങുമ്പോൾ 100 ചോദ്യങ്ങളാകാം, മുന്നോട്ട് വരുമ്പോൾ 100 ചോദ്യങ്ങളാകാം. എലിയാസർ വന്നപ്പോൾ 100 ചോദ്യങ്ങളാണ്. എന്നാൽ ആത്മവാഴത്തിൽ പറയുന്നത് കൊണ്ട് പറയട്ടെ, അധിക നാളിരിക്കത്തില്ല. ചെറിയ ആരംഭത്തെ വലിയൊരു വിഷയത്തിലേക്ക് നടത്തുന്ന ദൈവം ഇന്ന് പകൽക്കാലം ഇവിടെയുണ്ട്. ദാവീദ് പറയും, എന്നിൽ പകർന്ന അഭിഷേകം ചെറുതല്ല. എന്നെ തിരഞ്ഞെടുത്തത് മനുഷ്യനല്ല, അവൻ ഉയരത്തിലെ ദൈവത്തിന്റെ കര ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ചലിക്കട്ടെ. ആത്മാവ് ഇതിനകത്ത് ശക്തമായി ചലിക്കട്ടെ. അവൻ ശക്തമായി ചലിക്കട്ടെ. ഒരു ഭാഗത്തുനിന്ന് ലോകം നോക്കുന്നുണ്ട്, ഒരു ഭാഗത്തുനിന്ന് പലരും നോക്കുന്നുണ്ട്. അവൻ എന്തെടുക്കാനാണ് ഇവൻ പോകുന്നത്, എന്ത് ചെയ്യാനാണ് ഇവൻ പോകുന്നത്? നോക്കണമേ, അസാധ്യങ്ങളുടെ നടുവിൽ ഒരു ഇളയ തൈ പോലെ മുളപ്പിക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം ജീവിക്കുന്നു. ദൈവത്തിന്റെ കരം അവൻ അനുകൂലമായാൽ എന്ത് സംഭവിക്കും, അത് പ്രതികൂലമായാൽ എന്ത് സംഭവിക്കും? സ്തോത്രം. നാം വായിച്ച ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, ദൈവത്തിന്റെ കരം അനുകൂലമായത് കൊണ്ട് ഒരു വലിയ ഉണർവ്, റിവൈവൽ കാണുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം സമ്പത്തുണ്ടെങ്കിൽ അവൻ ദൈവപ്രവൃത്തി വെളിപ്പെടത്തില്ല. കഴിവോ പഠിപ്പോ ജ്ഞാനോ ഒന്നും അല്ല ദൈവത്തിന്റെ റിവൈവലിന് പിന്നിൽ കാരണം. കരയുന്ന ഭക്തനുണ്ടോ? മുഴങ്കാൽ മടക്കുന്ന ദൈവ പൈതലുണ്ടോ? ദൈവത്തിന് വേണ്ടി അവന്റെ നാവായി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനിലൂടെ പട്ടണത്തിൽ ദൈവത്തിന്റെ റിവൈവൽ നടക്കും. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം അനുകൂലമാകുന്നതിന് മുമ്പ് പ്രതികൂലമായ ഒത്തിരി ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നാം ബൈബിളിലേക്ക് കടന്നു വരുമ്പോൾ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ സ്തോത്രം നാം വായിച്ചു വരുമ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്ന സ്തോത്രം ഒത്തിരി ഭാഗമുണ്ട്. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ സ്തോത്രം അവിടെ സ്തോത്രം ദൈവത്തിന്റെ കരം ഫറവോന് എതിരെ വെളിപ്പെടുകയാണ്. എടുത്തെങ്കിലൊന്ന് വായിച്ചിട്ട് വേഗത്തിൽ 1-2 കാര്യം. അവനോട് പറയേണ്ടതെന്തെന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയപ്പാൻ സമ്മതിക്കാതെ ഇനിയും അവരെ തടഞ്ഞു നിർത്തിയാൽ യഹോവയുടെ കൈ കുതിര, കഴുത. നോക്കണമേ, താഴോട്ടുള്ള ഭാഗങ്ങളിലൊക്കെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, അവൻ ജനത്തെ തടഞ്ഞു വെച്ചാൽ യഹോവയുടെ കൈ സ്തോത്രം അവിടെ കുതിര, ഒട്ടകം എന്ന് തുടങ്ങി അനേക കാര്യങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നു. നിങ്ങളുടെ മിസ്രൈമിലെ സകലത്തിൽ മേലും വരും. സ്തോത്രം. എന്നെ ചിന്തിപ്പിച്ചപ്പോൾ അതിന്റെ താഴോട്ട് വായിക്കുന്നു, സ്തോത്രം മിസ്രൈമിൽക്ക് കടന്നു വന്ന ബാധകളൊന്നും സ്തോത്രം ഇസ്രായേൽ മക്കളെ തൊടുവാൻ ദൈവം അനുവദിച്ചില്ല. സ്തോത്രം. ആരാധിക്കുന്ന പ്രിയ ദൈവമക്കളെ, സ്തോത്രം ഒരു സെപ്പറേഷൻ കൽപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. വീണ്ടും കടന്നു വരുമ്പോൾ യഹോവയുടെ കൈ പട്ടണത്തിന് വിരോധമായിട്ടുണ്ട്.
യഹോവയുടെ കൈ ആമിത്രം ദേശങ്ങൾക്ക് വിരോധമായിട്ടുണ്ട്. യഹോവയുടെ കൈ രാജ്യങ്ങൾക്ക് വിരോധമായിട്ടുണ്ട്, വ്യക്തികൾക്ക് വിരോധമായിട്ടുണ്ട്. ആമിത്രം ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വന്ന 1 ശമൂവേൽ 5-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യഹോവയുടെ കൈ അസ്തോന്യർക്ക് ഭാരമായി നമ്മുടെ വായിക്കുന്നു. സ്വത്രം എടുത്തെങ്കിലൊന്ന് വായിച്ചാട്ടെ. ആമേ സ്വത്രം. യെശയ്യാവിന്റെ പ്രവചനം 1 ശമൂവേൽ 5-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. എന്നാൽ യഹോവയുടെ കൈ അസ്തോദ്യരുടെ മേൽ ഭാരമായിരുന്നു. അവൻ അവരെ ശൂന്യമാക്കി അസ്തോദിലും അതിന്റെ അതിരുകളിലും ഉള്ളവരെ മൂലരോഗത്താൽ ബാധിച്ചു. അങ്ങനെ ഭവിച്ചത് അസ്തോദ്യർ കണ്ടിട്ട് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പെട്ടകം നമ്മുടെ അടുക്കൽ ഇരിക്കരുത്, അവന്റെ കൈ നമ്മുടെ മേലും നമ്മുടെ ദൈവനായ ദാവീദിന്റെ മേലും കഠിനമായി. അതിന്റെ 9-ാമത്തെ വാക്യം വായിക്കുന്നു. ദൈവത്തിന്റെ കൈ 9-ാമത്തെ വാക്യം കൊണ്ടുചെന്ന ശേഷം ഏറ്റവും വലിയൊരു പരിഭ്രമം ഉണ്ടാകത്തക്കവണ്ണം യഹോവയുടെ കൈ ആ പട്ടണത്തിന് വിരോധമായി. നോക്കണമേ, അവൻ യഹോവയുടെ കൈ അസ്തോന്യർക്ക് ഭാരമായി. ദൈവം അവരെ വ്യാധിയാൽ അവൻ പിടിക്കപ്പെടുവാനിടയായി തീർന്നു. ആ ഭാഗത്ത് നാം വായിക്കുമ്പോൾ ആമിത്രം ദൈവ ആമിസ്തോത്രം ജനത്തെ ആമിസ്തോത്രം ഈ ശക്തികളൊന്നും തൊട്ടില്ലെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. അവൻ വീണ്ടും നമുക്ക് അതിന്റെ 1 മുതൽ താഴോട്ടുള്ളതായ ഭാഗം വായിക്കുമ്പോൾ ദൈവത്തിന്റെ പെട്ടകത്തിന് എതിരെ നിന്ന ദാഗോനിൽ മേൽ ദൈവകരം വെളിപ്പെട്ടപ്പോൾ അവൻ ശിരസ് മുടലുമറ്റവനായി ആമിസ്തോത്രം പെട്ടകത്തിന്റെ മുമ്പിൽ വീഴുവാനിടയായി തീർന്നു. സ്തോത്രം. ഇന്ന് ആമിസ്തോത്രം പകൽക്കാലവും ആമിത്രം ദൈവസഭയ്ക്കെതിരെ, ദൈവത്തിന്റെ പെട്ടകത്തിനെതിരെ, ആരാധനയ്ക്കെതിരെ എത്ര ശക്തിയുള്ള പ്രതികൂലങ്ങൾ എഴുന്നേറ്റാൽ ആമിസ്തോത്രം ആരാധന വെളിപ്പെടുമ്പോൾ, പ്രാർത്ഥന വെളിപ്പെടുമ്പോൾ അന്ധകാര മണ്ഡലങ്ങൾ ആമിത്രം തകരുവാനിടയായി തീരും, പൈശാചിക മണ്ഡലങ്ങൾ ഉടയുവാനിടയായി തീരും. സ്വതന്ത്രം. ഇനി നോക്കണമേ, ആമിത്രം ദൈവസഭയ്ക്ക് എതിരെ നിന്ന ദൈവ മക്കൾക്കെതിരെ നിന്ന ഒരു ദേശാന്തര ശക്തി ഉണ്ടായിരുന്നു. സ്വതന്ത്രം. സ്വതന്ത്രം. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് കടന്നു വരുമ്പോൾ 11-ാം അധ്യായം അതിന്റെ സ്വതന്ത്രം 21-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്ന അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം അതിന്റെ 21-ലാണ് നാം വായിച്ചത്. അന്ത്യോക്യ സഭയിൽ ദൈവത്തിന്റെ കരം അനുകൂലമായിരുന്നു. 13-ന്റെ 11-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 13-11. ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും, നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കുമെന്ന് പറഞ്ഞു. മതി. അതിന്റെ 6-ാം അധ്യായം 12-ാമത്തെ വാക്യം കൂടെ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നു: അന്ത്യോക്യ സഭയ്ക്കെതിരെ നിന്ന ആമേശ്വത്രം ഒരു മതത്തിന്റെ ശക്തി അവിടെ കാണുന്നു. ഇവിടെ വായിച്ചട്ടെ. ജനത്തെയും മൂപ്പന്മാരെയും ശാസ്ത്രിമാരെയും ഇളക്കി അവന്റെ നേരെ ചെന്ന് അവനെ പിടിച്ച് ന്യായാധിപ സംഘത്തിൽ കൊണ്ടുപോയി കള്ളസാക്ഷികളെ നിർത്തി. ഈ മനുഷ്യൻ വിശുദ്ധ സ്ഥലത്തിനും ന്യായപ്രമാണത്തിനും വിരോധമായി ഇടപെടാതെ സംസാരിച്ചു വരുന്നു. ആ നസ്രയനായ യേശു ഈ സ്ഥലം നശിപ്പിച്ച് മോശ നമുക്ക് ഏൽപ്പിച്ച മര്യാദകളെ മാറ്റിക്കളയും എന്ന് അവൻ പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. മതി. ആ ഭാഗങ്ങളെല്ലാം നമുക്ക് കടന്നു വരുമ്പോൾ ആമിത്രം ദൈവസഭയ്ക്ക് എതിരെ നിന്ന ഒരു മതത്തിന്റെ ശക്തി ആമിത്രം നമുക്കറിയാം. അവൻ അധികാര പെട്ടകം മേടിച്ച് സഭയെ ഉപദ്രവിച്ച് ആമേശ്വത്രം കുടുംബങ്ങളെ ഉപദ്രവിച്ച് ദൈവദാസന്മാർക്കെതിരെ നിന്ന ആമിത്ര ശൗലിന്മേ ദൈവത്തിന്റെ കരം വീഴുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. അവിടെ വായിക്കുന്നു ആമിത്രം ശൗൽ ദൈവത്താൽ പിടിക്കപ്പെടുവാനിടയായി തീർന്നു. സ്വതന്ത്രം. ദൈവ മക്കൾക്കെതിരെ, ദൈവസഭയ്ക്കെതിരെ ആമേശ്വത്ര ഏതെല്ലാം ശക്തികൾ വെളിപ്പെട്ടിട്ടുണ്ടോ, എവിടെയെല്ലാം പ്രതിസന്ധികൾ എഴുന്നേറ്റിട്ടുണ്ടോ, അവിടെയെല്ലാം ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം വെളിപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ കരം വെളിപ്പെട്ടാൽ ആമേശ്വത്ര ഹല്ലേലൂയ അവൻ നിശ്ചയമായി അവിടെ വായിക്കുന്നു ന്യായവിധി വെളിപ്പെടുവാനിടയായി തീരും. സ്വതന്ത്രം. ഹല്ലേലൂയ. ഇനി ദൈവത്തിന്റെ കരം അനുകൂലമായ അനേക ഭാഗങ്ങൾ നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയുന്നു. സ്വതന്ത്രം. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 46-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഭാഗമാണ്. വായിച്ചാട്ടെ. 40. നോക്കണമേ, അവിടെ വായിക്കുന്നത് അവൻ ഏലിയാവിന്റെ കൈ യഹോവയുടെ കൈ ഏലിയാവിൽ വന്നു. സ്വതന്ത്രം. നമുക്ക് ആ സാഹചര്യങ്ങളെല്ലാം അറിയാം.
ആമേൻ അത്ഭുതങ്ങൾ ചെയ്ത, അടയാളങ്ങൾ ചെയ്ത ആമിത്രം ദൈവത്തിന്റെ നാവായി നിന്ന ഏലിയാവ് ആമിത്രം നിസ്സാരം വെല്ലുവിളികളുടെ മുമ്പിൽ, പ്രതിസന്ധികളുടെ മുമ്പിൽ ആമിത്രം ചൂരൽ ചെടിയിൽ തകരുകയാണ്, അമരുകയാണ്. എന്നാൽ വചനം പറയുന്നു, യഹോവയുടെ കരം ഏലിയാവിൽ കടന്നു വന്നു. സ്വത്രം. ആമേൻ. ഏലിയാവിനോട് പറഞ്ഞു, ഏലിയാവേ, നിനക്കിവിടെ എന്ത് കാര്യം? ആമേൻ. സ്വത്ര. അവൻ എഴുന്നേൽക്ക, നിനക്ക് ദൂരെ യാത്രയുണ്ട്. സ്വത്രം. ഹല്ലേലൂയ. യഹോവയുടെ കരം ആമേൻ അവനെ എഴുന്നേൽപ്പിച്ചു. ആഹാബിന്റെ രഥത്തിനു മുമ്പേ ഓടിക്കുവാനിടയായി തീർന്നു. ആമേൻ സ്തോത്രം. വീണ്ടും ആമേൻ സ്തോത്രം. എസ്രയുടെ പുസ്തകം 7-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ആമേൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ പരിശോധിപ്പാൻ മനസ്സ് വച്ച എസ്രാ ശാസ്ത്രിയിൽ മേൽ ദൈവത്തിന്റെ കരം ആമിത്ര അനുകൂലമായി വെളിപ്പെട്ടു. സ്വതന്ത്രം. അനുകൂലമായി വെളിപ്പെട്ടത് കൊണ്ട് എന്താ സംഭവിച്ചത്? ആമിത്രം അവനൊരു പുറപ്പാട് ലഭിച്ചു. പുറപ്പാടുക മാത്രമല്ല, അവൻ 120 ദിവസം യാത്ര ചെയ്ത് അവൻ എത്തേണ്ടടുത്ത് എത്തിച്ചേർന്നു. എടുത്തങ്ങളായ എസ്രയുടെ പുസ്തകം 7-ാം അധ്യായം 9-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. മതി. യഹോവയുടെ കരം അനുകൂലമായതുകൊണ്ട് അവൻ പുറപ്പെടുക മാത്രമല്ല, എത്തേണ്ടടുത്ത് എത്തിച്ചേർന്നു. സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് യെഹെസ്കേലിന്റെ പ്രവചനം 37-ാം അധ്യായം 1-ൽ വായിക്കുന്നു, ആമേൻ സ്തോത്രം. യഹോവയുടെ കൈ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അസ്ഥികൾ ചിതറപ്പെട്ട താഴ്വരയിലേക്ക് വെളിപ്പെടുകയാണ്. ആ ഭാഗം ഒന്ന് വായിച്ചാട്ടെ. 37-1, യെഹെസ്കേൽ 37:1. യഹോവയുടെ കൈ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എന്റെ മേൽ വന്നു. ആമേൻ. ഈ നിഗതന്മാർ ജീവിക്കുമോ? ആമിത്രം നീ അറിയുന്നു. സ്തോത്രം. ആമിത്രം. ദൈവം എന്താ കൽപ്പിച്ചത്? അടുത്ത വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. മതി. ആ ഭാഗം നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഭാഗമാണ്. അവിടെ യഹോവയുടെ കരം വെളിപ്പെടുകയാണ്. ഇനി നമുക്കൊരു എബേസിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും വളരെ സുപരിതമാണ്. എബേസ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇതാണ്, ആമിത്രം, ദൈവമേ, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം, നിന്റെ കരം എന്നോട് കൂടെ ഇരിക്കണം. അവനൊരു വലിയ മെസ്സേജിനല്ല ഞാൻ പോകുന്നത്. ചില നിമിഷങ്ങൾ ഞാൻ ആമേശ്വത്രം പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന് വേണ്ടി എന്തുമേതുമായി തീരുവാൻ സമർപ്പണത്തോടെ ആമേശ്വത്രം ദൈവരാജ്യത്തിൽ ദൈവവേലയ്ക്ക് വേണ്ടി ഞാൻ ചുമൽ കൊടുത്ത് മുന്നിൽ കടന്നു വന്നിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ പദ്ധതിക്കായി നമ്മെ ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കാം. മുന്നോട്ടുള്ള നമ്മുടെ നിയോഗങ്ങൾ, മുന്നോട്ടുള്ളതായി നമ്മുടെ സ്റ്റെപ്പുകൾ കർത്താവ് ഈ നാളുകളിൽ അറിയുന്നു. കർത്താവിൻ്റെ ആലോചനയ്ക്കായി നമ്മെ ഒരു നിമിഷം സമർപ്പിച്ച് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള മേഖലകൾ എങ്ങനെ ആയി തീരണം, ആമിശ്രീ എങ്ങനെ മുന്നോട്ട് പോകണം, ഈ നാളുകൾ നീ എനിക്ക് ആലോചന പറഞ്ഞ് വഴി നടത്തണം. ശബരദരാജകലഘടകസ്യ ആമേൻ. വചനം പറയുന്ന യഹോവയുടെ കരം എവിടെയെല്ലാം അനുകൂലമായോ അവിടെ എല്ലാം വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. എന്നാൽ യഹോവയുടെ കരം ആർക്കെല്ലാം പ്രതികൂലമായോ, എവിടെയെല്ലാം പ്രതികൂലമായോ അവിടെയെല്ലാം വലിയ കൊടിയ അനർത്ഥങ്ങൾ വെളിപ്പെടുകയാണ്. ശിവരദരാജകലഘടകസ്യ ഞാൻ എൻ്റെ സഭയെ പണിയും,
പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല. ഇന്ന് പകൽക്കാലം പണിയുന്ന ഒരു ദൈവം നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. അവൻ നമ്മുടെ ദൈവം പണിയുന്നത് അടിസ്ഥാനത്തിലാണ് അവൻ പണിയുന്നത്. സ്വത്രം വചനം ഇങ്ങനെ പറയുന്നു, യേശു ജനിച്ചുവെന്ന് കേട്ടപ്പോൾ തന്നെ ഹേരോദാവിന്റെ അടിത്തറ ഇളകുകയാണ്. അടിസ്ഥാനങ്ങൾക്ക് കുലുക്കം സംഭവിച്ചു. ഞാൻ എന്നും ഒരു രാജാവായി ഇവിടെ വാഴുമ്പോൾ ഞാൻ അറിയാതെ വേറൊരു രാജാവോ, ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ ഞങ്ങൾ അറിയാതെ വേറൊരു കൂട്ടമോ, അന്ധകാര മണ്ഡലങ്ങൾ ഇന്ന് പകൽക്കാലം തകരട്ടെ. ദേശത്തിൽ വാഴുന്ന ചില അന്ധകാരങ്ങളുണ്ട്. ദേശത്തിൽ ഉയർന്നു നിൽക്കുന്ന ഇരുട്ടിന്റെ മണ്ഡലങ്ങളുണ്ട്. എല്ലാവരോടും ഇവന് പോരാട്ടമില്ലെന്നേ, എല്ലാവരോടും ഈ അന്ധകാരത്തിന് പോരാട്ടമില്ല. ഇവൻ ആരോടാണ് പോരാട്ടം? ഇവന് കൃപയുള്ളവനോടാണ് പോരാട്ടം. ഇവന് വാഗ്ദത്തമുള്ളവനോട് പോരാട്ടം. വാഗ്ദത്തമുള്ളവൻ കാലുകുത്തിയപ്പോഴാണ് ദേശത്തിലെ മണ്ഡലങ്ങൾക്ക് ഇളക്കം സംഭവിച്ചത്. ഇളക്കം. അനേകരെ തകർത്ത ഒരു രാഘവ് എന്താ പറഞ്ഞത്? അവൻ പലരും ഈ പട്ടണത്തിൽ വന്നിട്ടുണ്ട്, പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്, പലരും ഇവിടെ താമസിച്ചിട്ടുണ്ട്, പലരെയും ഞാൻ അവൻ പോറ്റിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെയും കാണാത്ത എന്തോ വ്യത്യാസം, ഇതുവരെ വെളിപ്പെടാത്ത എന്തോ വ്യത്യാസം ഞാൻ നിങ്ങളിൽ കാണുന്നുണ്ട്. അവനോടാണ് പിശാചിന് പോരാട്ടമെന്ന്. എല്ലാവരോടും പിശാചിന് പോരാട്ടം ഇല്ല. ഇന്ന് പകൽക്കാല ആത്മാവ് പറയുന്ന വാഗ്ദത്തമുള്ളവനോട് പോരാട്ടം അവനുണ്ട്. വാഗ്ദത്തമുള്ളവനാണോ പോരാട്ടമുണ്ട്. ഇന്ന് പകൽക്കാല നിന്നോട് പോരാടുന്ന അന്ധകാര മണ്ഡലങ്ങൾ എത്ര ശക്തിയുള്ളതാകട്ടെ, അതത്ര പ്രബലനാകട്ടെ. ജയിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാല നമ്മോട് കൂടെയുണ്ട്. നമ്മോട് കൂടെയുള്ളവന്റെ പ്രത്യേകത അത്ഭുതങ്ങൾ ചെയ്യുന്ന അസാധാരണമായ പ്രവൃത്തി വെളിപ്പെടുത്തുന്നവനാണ്. ദൈവഭൃത്യനോട് വചനത്തിലൂടെ ഒരു ദൂത് കയറി വരുന്നത് കൊണ്ട് പറയട്ടെ, അമോന്യനായ നാഗാസ് എബ്ബേസിനെതിരെ പാളയത്. എബ്ബേസ് എന്ന വാക്കിനർത്ഥ സ്ഥിരതയില്ല. എവിടെ അസ്ഥിരത വെളിപ്പെടും അവിടെ പിശാചകത്ത് വരും. അവൻ കടന്നു വന്ന് ഇങ്ങനെ പറയുന്നത്, അവൻ നിങ്ങളോടൊരു ഉടമ്പടി മൂല്യമുള്ളതിനെ ദൃഷ്ടിവെക്കണം. വലം കണ്ണ് ചൂഴ്ന്നെടുക്കണം. മൂല്യമുള്ളതിനെ ദൃഷ്ടിവെച്ച് അമോന്യൻ തോൽവി സമ്മതിക്കാത്ത നാഗാശ് സർപ്പസന്തതി എന്ന തോൽവി സമ്മതിക്കാത്ത സർപ്പസന്തതി എന്ന ആകാശ് പറയുന്നു, ഒരു ഉടമ്പടി ചെയ്യണം. ഉടമ്പടി നോക്കണമേ, അപ്പന്റെ കഴുത്തുകളെ തേടി ഗിബയിൽ കടന്നു വന്ന ഒരു ശൗലിൽ ആത്മാവ് ചൂടുപിടിച്ചു. ആത്മാവുള്ളവൻ ചില വാർത്തകൾ കേൾക്കുമ്പോൾ ആത്മാവിൽ ചൂട് പിടിക്കും. നമ്മൾ ഭൗതികമായൊക്കെ ചിലതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ജഡീക മണ്ഡലത്തിൽ കോപം വെളിപ്പെടും. സ്വോത്രം. എന്നാൽ ഇവിടെ ആത്മാവിൽ അവൻ ചൂട് പിടിച്ചു. ഞങ്ങൾക്കൊരു ഇടവേള തരണം. ദൈവദാസനെ ആത്മാവ് ആഴങ്ങളിലേക്ക് ഇങ്ങനെ പറയുന്നു. ഫറവോൻ കണ്ട ദർശനം മറന്നുപോയി. വ്യാഖ്യാനിക്കുവാൻ മന്ത്രവാദി വന്ന ആഭിചാരങ്ങൾ ഒന്നിനും വെളിപ്പെട്ടില്ല. എന്നാൽ വെളിപ്പാടുള്ളവൻ ഒരുത്തനുണ്ടല്ലോ, അവനെ രാജാവിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി അവൻ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. രാജാവേ, നീ കണ്ട ദർശനം ഇതാണ്. ഹല്ലേലൂയ. ചുരുക്കി പറഞ്ഞാൽ
ആമേശ്വര ഇതിന്റെ അതിന്റെ മർമ്മം ആമേശ്വര വെളിപ്പെടുത്തി. വരുന്ന 7 വർഷം ആമേശ്വര സമൃദ്ധിയുടെ വർഷമാണ്. നീ ഒരു കാര്യം ചെയ്യണ ആമേശ്വര, കലവറകളുണ്ടല്ലോ അതിനകത്ത് നിറയ്ക്കണം. എന്തിനാ നിറയ്ക്കുന്നത്? പ്രൈസ് അടുത്ത ചില വർഷം 7 വർഷമുണ്ടല്ലോ, അത് ക്ഷാമമാണ്. ക്ഷാമം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവദാസനെ ഒരു ഏലിയാവ് നോക്കണമേ. ആമേശ്വര കെരീതിലിരിക്കുന്ന ഏലിയാവ്, ഹല്ലേലൂയ. ആമേശ്വര കാക്കയുടെ ആമേശ്വരം അവൻ വരവ് നോക്കണമേ. ആമേശ്വരം വെറുതെ നിന്നതല്ല. ആമേശ്വര, ഹല്ലേലൂയ. ആമൻ തോട് വെറുതെ പറ്റിയതല്ല. ആമൻ ചിലതൊക്കെ അടയുമ്പോൾ, ചിലതിന്റെ ഒക്കെ വരവ് നിൽക്കുമ്പോൾ ഓർക്കണ, എവിടെയൊക്കെയോ ചില പുറപ്പാടുകൾ ദൈവം തുറക്കുന്നു. എന്ത്, എങ്ങനെ, ആമേശ്വരം എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ആത്മാവിനോട് ആഴത്തിൽ ദൂത് പറയുന്നു. നിന്നെ വിളിച്ചത് ആമേശ്വരം മനുഷ്യനല്ലെന്നേ. ആമേശ്വരം നിന്നെ വിളിച്ചത് ദൈവമാണ്. ദൈവമാണോ വിളിച്ചത്? അവൻ വഴി നടത്തുവാൻ സർവശക്തനാണ്. ലോത്തിനോട് ആമേശ്വരം ദൂതൻ വന്ന് ദൂത് പറഞ്ഞത് ഇങ്ങനെയാ. 3 ദൂത കൊടുത്തത്. ആമേശ്വരം, നീ പ്രാണരക്ഷാർത്ഥം പർവ്വതത്തിലേക്ക് പോകണം. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ഒരിടവും നിൽക്കരുത്. എന്നാൽ ആമേശ്വരം, ഹല്ലേലൂയ, കേട്ട മാത്രയിൽ ദൂതന്റെ ദൂത് കേട്ട മാത്രയിൽ ലോത്ത് തന്റെ ഹിതപ്രകാരം ചിലതൊക്കെ അതിനെ വളച്ച് ഒടിക്കുവാനിടയായിത്തീർന്നു. എന്നാൽ അബ്രഹാമിനോട് ദൈവം അതേ ദൂത പറഞ്ഞത്, നീ പർവ്വതത്തിലേക്ക് പോകണം. ഹല്ലേലൂയ. അബ്രഹാം ഇടത്തോട്ടും തിരിഞ്ഞില്ല, വലത്തോട്ടും തിരിഞ്ഞില്ല. ആമേശ്വരം പോകേണ്ടിടത്ത് പോയപ്പോൾ കുരുക്കപ്പെട്ടത് ചിലത് അവൻ കണ്ടു. നിനക്ക് വേണ്ടി ഞാൻ ചിലത് കുരുക്കിയിട്ടിട്ടുണ്ടെന്ന്. ആമേശ്വരം, നീ മുമ്പിൽ നോക്കുമ്പോൾ മരുഭൂമിയാ. ഇന്ന് പകൽക്കാലം ആത്മാവ് പറയുന്നു, ഈ മരുഭൂമിയുടെ ആഴത്തിലൊരു നന്മയുണ്ട്, ആഴത്തിലൊരു അനുഗ്രഹമുണ്ട്, ആഴത്തിലൊരു ദൈവപ്രവൃത്തിയുണ്ട്, ആഴത്തിലൊരു വിടുതലുണ്ട്, ആഴത്തിലൊരു ശുശ്രൂഷയുണ്ട്. ആഴത്തിനകത്ത് അമിത്രം വെളിപ്പെടുന്ന ദൈവ പ്രവൃത്തി പലർക്കും മറഞ്ഞിരിക്കുന്നത്, പലർക്കും വെളിപ്പെടാത്തത്, ആമേശ്വരം പലർക്കും തിരിയാത്തത്. ഉണ്ടറയിൽ കിടന്നവൻ വന്ന് പറയുന്ന രാജാവേ, സാഹചര്യം ഇതാണ്. അവസ്ഥ മാറാൻ ഒത്തിരി നാളൊന്നും വേണ്ടെന്നേ. ആമേശ്വര സിറ്റുവേഷൻ മാറാൻ ഒത്തിരി ആണ്ടുകളൊന്നും വേണ്ടെന്നേ. ഒരൊറ്റ വാക്ക് മതി, ഒരൊറ്റ വാക്ക് മതി. ആത്മാവ് പറയുന്നു, വിളി ചെറുതല്ല, തിരഞ്ഞെടുപ്പ് ചെറുതല്ല. അവൻ ആരെല്ലാം നിന്നെ ഒതുക്കി മാറ്റിയാൽ, ആരെല്ലാം അകറ്റി നിർത്തിയാൽ, ആത്മാവ് വ്യക്തമായി പറയുന്നു, ആമിത്രം, ഞാൻ എന്റെ ഭുജം വെളിപ്പെടുത്തും, ഞാൻ എന്റെ കരത്തിന്റെ ശക്തി വെളിപ്പെടുത്തും. അസാധാരണമായി എന്റെ പ്രവർത്തിക്കായി എന്റെ കരം നിന്നോട് കൂടെയുണ്ട്. നിന്റെ ദാസനെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാ. അത്ഭുതത്തിന്റെ കരം ഈ നാടുകളിൽ വെളിപ്പെടട്ടെ, അസാധാരണമായ പ്രവൃത്തി വെളിപ്പെടട്ടെ. ദൈവദാസനെ ഈ ചില നാളുകളിൽ ശേഖരിക്കേണ്ട നാളുകളാണ്. എന്തിനാ നീ സൂക്ഷിച്ചു വെക്കുന്നതെന്ന് അറിയണമോ? നിന്റെ മുമ്പിൽ പലരും ചാക്കുകെട്ടുമായി കടന്നു വരും. വിദ്യാസമ്പന്നന്മാർ കടന്നു വരും. ഹല്ലേലൂയ. പണ്ഡിതന്മാർ കടന്നു വരും, ദരിദ്രന്മാർ കടന്നു വരും. ആളിന്റെ നിലവാരം അനുസരിച്ച് അളന്നു പടക്കണമെങ്കിൽ കലവറയിൽ വചനത്തിന്റെ കലവറ അകത്തലങ്ങളിൽ നിറയണം. ഹല്ലേലൂയ. ഈ നാളുകൾ എന്റെ കരങ്ങളിലേക്ക് ഇരുന്ന് പഠിക്കുമെങ്കിൽ, എന്റെ കരങ്ങളിലേക്ക് ഇരുന്ന് ചോദിക്കുമെങ്കിൽ, ആത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, പലരും കോരി അവൻ വിളമ്പിയിട്ട് ദാഹം തീരാത്ത, അവൻ പലയിടത്തുനിന്നും പറ്റിച്ചിട്ടും തൃപ്തി വരാത്ത, അങ്ങനെ പറയുന്നത്. അവൻ പലയിടത്തുനിന്നും കുടിച്ചിട്ട്, പലയിടത്തുനിന്നും പറ്റിച്ചിട്ട് ഒന്നും തൃപ്തി വരാത്തതുണ്ടല്ലോ. ചിലതിനെ തൃപ്തിപ്പെടുത്തുവാൻ, ആർത്തി ഉള്ളതിനെ തൃപ്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നിന്റെ നാവിൽ നിന്ന് പുറപ്പെടുമ്പോൾ
ആത്മാവ് വചനത്തിലൂടെ തന്നെ പറയുന്നു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇതുവരെയും ആമേൻ സ്തോത്രം ഈ ആമിത്ര മൂത്ത വീഞ്ഞ് എവിടെയാണ് മാറ്റിവെച്ചത്? നോക്കണമേ, കോരി നിറപ്പിൽ കോരി കൊടുപ്പേ. യേശു വിളമ്പുന്ന വീഞ്ഞുണ്ടല്ലോ ആമേശ്വര, അതിന് പ്രത്യേകതയാ. ആമൻ കാത്തിരുന്ന് പ്രാപിക്കുന്ന ദൈവവചനത്തിന്റെ ശക്തി അത് വീഴുന്നിടത്തുണ്ടല്ലോ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടാ. അന്ധകാരങ്ങളെ ഉരുണ്ട് മാറ്, വൈശാചിക മണ്ഡലങ്ങൾ വെല്ലുവിളിച്ച് ആമിത്രം തകര്. ആത്മാവ് വളരെ വ്യക്തമായി പറയുന്നു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പത്രോസിന് വേണ്ടി ദൈവ ആമേൻ സ്തോത്രം ചൂണ്ടയിൽ കുരുക്കപ്പെട്ടതുപോലെ നോക്കണമേ. ആമിത്ര പത്രോസിന്റെ പടകിനെ മാത്രമല്ല ആമൻ അടുത്തുള്ളവന്റെ പടകിനെ കൂടെ നിറയ്ക്കുമാറ്. ആമേൻ സ്തോത്രം. ചില മത്സ്യങ്ങളെ വേർതിരിക്കുമാറ്, ചിലതിനെ വേർതിരിക്കുമാർ. ഒരു ടാസ്ക് ഉണ്ട്. ചില ദൗത്യത്തിനായി, ചില ഉത്തരവാദിത്വത്തിനായി നാളുകളിൽ ഞാൻ വീണ്ട കരങ്ങളെ അഭിഷേകം ചെയ്യുക. അവൻ കുടുംബത്തെ ഞാൻ തിരഞ്ഞെടുക്കാൻ പോകുക. ദൈവത്തിന്റെ പ്രത്യക്ഷയ്ക്കായി അവൻ ചിലതിനൊക്കെ ഞാൻ വേർതിരിക്കാൻ പോകുക. നിന്റെ കരം വയ്ക്കുന്ന ചിലരിൽ മേൽ അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടാൻ പോകും. കർത്താവേ, ഇന്ന് പകൽക്കാല എന്റെ ദാസന്മാരെ ആമൻ കുടുംബങ്ങളെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. ദൈവസഭ ഒരു നിമിഷം കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഒരു പ്രാവശ്യം കൂടെ ആവർത്തിച്ച് പറയുന്നു. ഏലിയാസറിന്റെ ശുശ്രൂഷയാണ്. നോക്കുന്നവർ അനേകരുണ്ട്, ഒതുക്കുന്നവർ അനേകരുണ്ട്. ഒതുങ്ങല്ലേ, കുടുംബമായി എനിക്ക് പണിയാനുണ്ട്, കുടുംബമായി എനിക്ക് പുറത്തു കൊണ്ടുവരാനുണ്ട്, കുടുംബമായി എനിക്ക് ഉപയോഗിക്കാനുണ്ട്. ആമിത്ര എന്റെ മഹത്വം ഈ നാളുകളെ ഞാൻ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. അതതിനോട് ചേർന്ന് ആമിത്ര ദൂത് അങ്ങനെ തന്നെ പറയുന്നു. ആമിത്ര നോക്കണമേ, ആമിത്ര അഭിഷേകമുള്ളവൻ വടിയുമായി കടന്നു വരുമ്പോൾ ആമേശ്വത്ര ഹല്ലേലൂയ ആമൻ പലരും ചോദിക്കുന്നു, എന്റെ മുമ്പിൽ കടന്നു വരുന്നത് വടിയോടുകൂടെയോ? നിന്ദിക്കുന്ന ഇസ്രായേലിന്റെ നിന്ദയെ ആമേശ്വത്രം വെട്ടിമാറ്റി ഇസ്രായേലിനെ അവൻ പുറത്തെടുക്കുവാൻ ഒരു ആമേശ്വത്രം ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തെങ്കിൽ നിന്നിൽ പകർന്നിരിക്കുന്ന അഭിഷേകം സാധാരണ അഭിഷേകമല്ല. അവൻ നിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകം സാധാരണ അഭിഷേകമല്ല. നിന്നിൽ പകർന്നിരിക്കുന്ന പുട്ടി സാധാരണ പുട്ടിയല്ല. അവന് അസാധാരണമായ ദൈവപ്രവൃത്തിയെങ്കിൽ ഈ നാളുകൾ പുറകോട്ട് നോക്കണ്ട, മനുഷ്യന്റെ മുഖത്ത് നോക്കണ്ട, ആരെയും നോക്കണ്ട, ദൈവത്തിന്റെ മുഖത്തേക്ക് മാത്രം നോക്കുക. ആമേശ്വത്രം ഞാൻ പ്രവൃത്തിയിൽ വലിയവൻ. 6 പ്രാവശ്യം ഒന്നുമില്ല, 7ാം പ്രാവശ്യം ശിഷ്യന്മാർ വന്ന് പറഞ്ഞ ചെറുത് അല്പം. എന്നാൽ ആമിത്രം ദർശനമുള്ളവൻ പറയുന്നു അതിന് മഴയ്ക്കുള്ള ഒരു കോള് തന്നെ. ആത്മാവതിനോട് ചേർന്ന് ഇങ്ങനെ അവൻ ഇടപെടുന്നത് കൊണ്ട് ഒരു ദൂത് കൂടെ പറയട്ടെ. പാറയുടെ പിളർപ്പിലും കടുംതൂക്കിന്റെ മറവിലിരിക്കുന്ന പ്രാവൻ നിന്റെ സ്വരം, നിന്റെ ശബ്ദം ഒന്ന് കേൾക്കണം, നിന്റെ മുഖം ഒന്ന് കാണണം. ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ ശബ്ദത്തിനായി, അവന്റെ ആലോചനയ്ക്കായി അവൻ വീണ്ടും എന്റെ കരങ്ങളിലേക്ക് ആമേശ്വത്രം ഏൽപ്പിച്ചു തരിക. ഞാൻ ഹൃദ്യമായി സംസാരിക്കും. ഏലിയാവ് മുഖാമുഖത്തിരിക്കുന്ന കേട്ടൊരു മൃദുസ്വരം ഹല്ലേലൂയ. ഇന്നലെ വരെ ചെയ്തതല്ല. ചിലരെ അഭിഷേകം ചെയ്ത് ചിലരെ ഉറപ്പിക്കാൻ, അധികാരങ്ങളിൽ ചിലരെ ഉറപ്പിക്കാൻ, അധികാരത്തിനകത്ത് നിയമങ്ങളുടേതായ അകത്തളങ്ങളിലേക്ക് ഒരു പ്രവേശനം ദൈവം വെളിപ്പെടുത്തുമെന്ന് അധികാരികളുടെ ഇടയിലേക്ക് ഒരു പ്രവേശനമുണ്ടെന്ന് ആത്മാവ് ഇടപെടുന്നു. രാജകൾ ചിലർക്ക് വേണ്ടി കരം വയ്ക്കാൻ, ചിലർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ചിലർക്ക് വേണ്ടി
ആലോചന കൊടുക്കാൻ ഉപയോഗിക്കുന്ന നാളുകൾ മുൻപിലുണ്ട്. ആത്മാവ് പറയുന്നു, ഇത് മാനുഷിക ബുദ്ധികൾക്കൊന്നും വെളിപ്പെടത്തില്ല. ആത്മാവിന്റെ പ്രവൃത്തി അകത്തലങ്ങളിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ഒരു ആമേശ്വരം ദാനിയേൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നത് തന്റെ കുടുംബത്തിനോ തന്റെ വിഷയത്തിനൊന്നുമല്ല. ആമേശ്വരം ആലയത്തിന്റെ പണിക്കായി. വചനം പറയുന്നു, ആമേശ്വരം ഒരു സ്വാതന്ത്ര്യം രാജ്യത്തിന് കിട്ടിയിട്ടും പണിയാൻ പുറപ്പെടാതെ മനസ്സില്ലാതെ ബാബിലോണിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന ജനത്തിനൊരു സന്ദർശനം വെളിപ്പെടണം. അവൻ മനസ്സ് വെച്ച നിമിഷം തന്നെ അവൻ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. എന്നാൽ അന്ധകാര മണ്ഡലം തടഞ്ഞു. പിശാചിനെ തടയാൻ ഒരു പരിധിയുണ്ട്. എന്നാൽ വേഷത്തിൽ മനുഷ്യനായ അവൻ യേശു വെളിപ്പെട്ട് പറയുന്നു, പ്രിയ പുരുഷനായ ദാനിയേലേ, നിനക്ക് വേണ്ടി എന്തോ ചെയ്തു തരേണ്ടു. അവനിൽ പകർന്നതായ ഒരു വെളിപ്പാടുണ്ടല്ലോ, ഒരു 70 ആഴ്ചവട്ടത്തിന്റെ വെളിപ്പാടാ. പലർക്കും ലഭിക്കാത്ത വെളിപ്പാട്, പലർക്കും ആമേശ്വരം കിട്ടാത്ത വെളിപ്പാട്. പലരും പറഞ്ഞതിന്റെ പിറകെ പറയാനല്ല, പലരും ചെയ്തതിന്റെ പിറകെ ചെയ്തതിനല്ല. പുതിയത് ചിലത്, ഇപ്പോൾ പിടിച്ച ചിലത്. കാലഘട്ടങ്ങളെ വിവേചിക്കാൻ, കാലഘട്ടങ്ങളെ കുറിച്ചുള്ള ആലോചന വെളിപ്പെടുത്താൻ ഒരു ദാനിയേലിലൂടെ വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ കര നിന്നോട് കൂടെയുണ്ട്. ഒരു നെഹമ്യാവ് പോലെ ചിലർ പുറപ്പെട്ട് പണിയാൻ വന്നതുപോലെ നിന്റെ മുമ്പിൽ പണിയപ്പെടുവാൻ ചിലരെ അവൻ കടന്നു വരും. ചിലർ വെളിപ്പെട്ട് വരിക. ദൈവസഭ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല, അടിസ്ഥാനത്തിൽ പണി. പ്രവാചകന്മാരായി, ഉപദേശകന്മാരായി, പുരോഹിതന്മാരെ പണിയുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലമുണ്ട്. കരങ്ങളെ അടിച്ച് ദൈവമക്കൾ സ്തോത്രം ചെയ്താട്ട്. ദേവദാസനെ ആത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നു, മുമ്പിൽ നോക്കുമ്പോ മരുഭൂമിയാണ്, ശൂന്യതയാണ്. അൽക്കന, എന്നാൽ ഈ മരുഭൂമി കണ്ട് നീ ഭയപ്പെടണ്ട. ആമേശ്വത്രം, ഈ പ്രതികൂലങ്ങൾ കൊണ്ട് നീ ഭാരപ്പെടണ്ട. ഈ മരുഭൂമിയെ അവൻ മലർവാടിയാക്കുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ടെന്ന് മറന്നു പോകണ്ട. 65 സങ്കീർത്തനത്തിൽ 9 ഇങ്ങനെ വായിക്കുന്നു, അവൻ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു എന്ന്. ദൈവത്തിന്റെ സന്ദർശനം വെളിപ്പെട്ടാൽ അവൻ അവസ്ഥകൾ മാറും, സാഹചര്യങ്ങൾ മാറും, മേഖലകളെല്ലാം മാറും. യേശു സന്ദർശിച്ച ഇടങ്ങളിലെല്ലാം നോക്കണമേ, അവൻ എന്തിനാണ് സന്ദർശിക്കുന്നത്? ആരെങ്കിലും സന്ദർശിക്കുന്നുണ്ടെങ്കിൽ പിന്നിൽ അവൻ ഒത്തിരി കാര്യങ്ങൾ. ഒന്ന്, എന്തെങ്കിലും പറയാൻ കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കാൻ കാണും. ഒരു അതിഥിയോ ഒരു വിസിറ്റോ ആമേശ്വരത്തെ സന്ദർശിച്ചാൽ എന്തെങ്കിലും അവനോട് നിന്നോട് പറയാൻ കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും അവന് നിനക്ക് തരാൻ കാണും. ഇന്ന് പകൽക്കാലം നിന്നെ സന്ദർശിക്കുന്ന ഒരു യേശു ഉണ്ട്. ആമേശ്വരം പത്രോസ് എന്താ പറഞ്ഞത്? എനിക്ക് വെള്ളിയുമില്ല പൊന്നുമില്ല, ബട്ട് എൻ്റെ കരത്തിലൊന്നുണ്ട്, അത് ഞാൻ നിനക്ക് തരുന്നു. എന്താ? യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. മനുഷ്യൻ തന്നാൽ അളന്നു തരും, അല്ലെങ്കിൽ തന്നിട്ട് വിളിച്ചു പറയും. പ്രബലതര, എൻ്റെ ദൈവം തന്നാൽ പരിധിയില്ലാതെ തരും. അവൻ അമർത്തി കുലുക്കി നിറച്ചു തരും. നിന്നെ കാണുന്ന ഒരു യേശുവുണ്ട്, നിന്റെ അവസ്ഥയിലെ കാണുന്ന ഒരു അവൻ ദൈവമാണ്. പലപ്പോഴും ആമേശ്വത്രം അവൻ ദാവീദിനെ പോലെ ഒറ്റപ്പെട്ട അനുഭവങ്ങൾ, ഒതുക്കപ്പെട്ടവൻ. പുറമെ എല്ലാം മംഗളമാണ്, എന്നാൽ ആമേശ്വത്രം അകത്തലങ്ങളെ കാണുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം ജീവിക്കുന്നു. അവൻ നിന്നോട് ആഴത്തിലൊരു ദൂത് പറയുന്നു, നീ ഇന്നായിരിക്കുന്ന മരുഭൂമിയെ ഞാൻ മാറ്റാൻ പോകുകയാണ്. അവൻ മരുഭൂമിയുടെ അവസാന സ്റ്റെപ്പില് കഴിഞ്ഞാലാണ് കനാന്റെ അവൻ ആദ്യ പടിയിലേക്ക് കടന്നു വരുന്നത്. രാജകൻ
ആമേൻ സ്തോത്രം. വാഗ്ദത്തം നിന്റെ മുമ്പിൽ ചവിട്ടുവാൻ നിന്റെ മരുഭൂമിയുടെ ചില സ്റ്റെപ്പുകളെ ഞാൻ അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവമെന്ന് ആത്മാവ് ഇടപെടുന്നു. കടന്നു വന്ന മരുഭൂമിയിലൊന്നും ആമിത്രം നിന്നെ തളർത്തിക്കളയുവാൻ അടിച്ച പ്രതികൂലങ്ങളൊന്നും നിന്നെ ആമിത്രം ഒതുക്കിക്കളഞ്ഞില്ല. അതിൻ്റെ നടുവിലെല്ലാം ഞാൻ നിന്നെ നടത്തി മുന്നോട്ട് കൊണ്ടുവന്നെങ്കിൽ ഈ നാളുകളിൽ ആത്മാവ് പറയുന്നു, വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ അവർക്ക് ആമിത്രം മറഞ്ഞിരിക്കുന്ന മഞ്ഞ കൊടുക്കുന്ന. മറഞ്ഞിരിക്കുന്ന മഞ്ഞ, ഈ മഞ്ഞ മഞ്ഞിൽ മറഞ്ഞിരിക്കുക. എന്നാൽ ഈ മഞ്ഞ കൂടാരത്തിനകത്ത് വെളിപ്പെടണമെങ്കിൽ ഉദയസൂര്യൻ ഉദിക്കണം. ക്രിസ്തു അവൻ ഉദിച്ചാൽ വെളിപ്പെടേണ്ടത് വെളിപ്പെടും. നിലനിൽക്കേണ്ടത് നിലനിൽക്കും. മുമ്പ് നോക്കണ്ട, പിൻപ് നോക്കണ്ട. അവൻ വെട്ടിയാൽ പൊട്ടിക്കിളിർപ്പിക്കുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. ആമേൻ സ്തോത്രം. നഷ്ടങ്ങളെ നോക്കി പരാജയപ്പെടാനല്ല, നഷ്ടത്തെ ലാഭമാക്കുന്ന ഒരു ദൈവത്തിന്റെ മുഖത്തേക്ക് നാളുകൾ നോക്കുക. ഞാൻ അൽക്കനാജകനെ പ്രവർത്തിക്കും, ആർക്കും അതിനെ തടുക്കുവാൻ കഴിയത്തില്ല. എൻ്റെ സന്നിധാനത്തിൽ നീ വിശ്വസ്തയോടുകൂടെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ എൻ്റെ പദ്ധതിക്ക് വേണ്ടി നിൽക്കുമെങ്കിൽ ആത്മാവ് ഇങ്ങനെ പറയുന്നു, ആമേൻ ഒരു കാര്യത്തിന്റെ ആരംഭത്തേക്കാൾ അതിന്റെ അവസാനം ഞാൻ നല്ലതാക്കും. നന്നായിത്തീരും. അവസാനത്തെ ഞാൻ നന്നാക്കും. തുടക്കമല്ല, നിന്റെ അവസാനം. കൂടെ ഇരിക്കുന്ന ഒരു ദൈവം. ആമേൻ ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിന്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു. ആ ദൈവത്തിന്റെ കരം നിന്നോട് കൂടെയുണ്ട്. കോരശിന്റെ അവന് മുന്നേ കടന്നുപോയ ആ കരം നിന്നോട് കൂടെ ഇരുന്ന് അവൻ നിന്നെ വഴി നടത്തും. നിന്റെ വാഗ്ദത്തം ഇരുട്ടിലെ നിക്ഷേപം, മറവിടത്തിലെ ഗുപ്തനിധി, ഇത് മറഞ്ഞു കിടക്കുക. ആമേൻ സ്തോത്രം. ഇത് വെളിപ്പെടണമെങ്കിൽ ക്രിസ്തു അകത്ത് ഉദിക്കണം. ശക്തി അകത്ത് വെളിപ്പെടണം. ആമേൻ. ഈ നാളുകൾ മുഴങ്കാൽ മടക്കി ആമേൻ സ്തോത്രം കണ്ണുനീരോടെ ഉയരങ്ങളിലേക്ക് നോക്ക്. ദൈവത്തിന്റെ പ്രവൃത്തി ആമേൻ സ്തോത്രം എങ്ങനെ വെളിപ്പെടുമെന്ന് ആമേൻ 4 മാസം കഴിഞ്ഞ് കൊയ്ത്തു വരുന്നു നിങ്ങൾ പറയുന്നില്ലേ? തല ഉയർത്തിയാൽ കണ്ണു തുറന്നാൽ കാണും. ചിലത് കാണും. കണ്ണുകളെ പ്രകാശിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലമുണ്ട്. ആമിത്ര ഒരു നിമിഷം കൂടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി ഇങ്ങനെ ഇടപെടുകയാണ്. ആമേൻ. ദൈവത്തിന്റെ കരം എവിടെയൊക്കെ പ്രതികൂലമായോ അവിടെയൊക്കെ ന്യായവിധി വെളിപ്പെട്ടിട്ടുണ്ട്. എന്നാൽ എവിടെയൊക്കെ അനുകൂലമായി ആമേൻ, അനുകൂലമായ ഇടത്തിലെല്ലാം ആമേൻ സ്തോത്രം ദൈവത്തിന്റെ അനുഗ്രഹവും വെളിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എബ്ബേസ് ഇങ്ങനെ പ്രാർത്ഥിച്ചത്, നിന്റെ കരം എന്നോട് കൂടെയിരിക്കണം. ഒരപ്പന്റെ കുഞ്ഞിന്റെ കരം ഒരപ്പന്റെ കരത്തിലാണെങ്കിൽ അവൻ സുരക്ഷിതനാണ്. സദൃശവാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എന്റെ വാക്ക് കേൾക്കുന്നവൻ നിർഭയം വസിക്കും, ദോഷഭയം കൂടാതെ അവൻ സ്വസ്ഥമായി പാർക്കും, സ്വൈരമായി വസിക്കും. എന്റെ വാക്ക് കേൾക്കുന്നവൻ അവൻ നിർഭയം വസിക്കും, ദോഷഭയം കൂടാതെ. ദോഷം ചിന്തിക്കാൻ, അവൻ ദോഷം വരുത്തുവാൻ, പരാജയം വരുത്തുവാൻ, പരാജയം കാണുവാൻ നിന്റെ മുമ്പിൽ ആമിത്രം തുറച്ചു നോക്കിയ അനേകം ആമിത്രം കണ്ണുകടം നടുവിൽ നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ച വിധം ഇന്നതെന്ന് ഇന്ന് പകൽക്കാലം മറന്നു പോകരുതെന്ന് ആത്മാവ് നിന്നോട് ദൂതു പറയുകയാണ്. ഒരു മനുഷ്യന്റെ കരമാണോ നിന്നോട് കൂടെ ഇരുന്നത്, നീ പട്ടുപോകുമായിരുന്നു. എന്നാൽ ദൈവമാണ് നിന്നോട് കൂടെ ഇരുന്നത് കൊണ്ട്, നിന്റെ കരത്തെ അവന്റെ കരത്തോട് ആമേശ്വരം ചേർന്നിരുന്നത് കൊണ്ട് അത്രേ വെള്ളം നിന്നെ മുക്കാത്തതും തീജോല നിന്നെ ദഹിപ്പിക്കാത്തത്. ദാനിയേലിന്റെ നടുവിൽ 4-ാമനായി ഇറങ്ങിയൊരു ദൈവമുണ്ട്. ആമേശ്വരം ആ ദൈവം
ഇന്നും ജീവിക്കുന്ന ദൈവമാണ്, ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുവാൻ അവന്റെ കരം കുറുകി പോയിട്ടില്ല. ആത്മാവ് എന്നോട് ഇങ്ങനെ വളരെ വ്യക്തമായി പറയുന്നു, മനുഷ്യന് ചെയ്യാൻ കഴിയാത്തതിനെ ആ മിത്രം ദൈവം ദൂതനെ അയച്ച് ചെയ്യും. നീ നാളുകളിൽ മുമ്പിലുള്ള ചില പ്രശ്നങ്ങളെ നോക്കി ആമേശ്വത്ര എന്തുകൊണ്ട് നീ ഭാരപ്പെടുന്നു? പ്രബലതരാജൻ, എന്തുകൊണ്ട് നീ നിരാശപ്പെടുന്നു? ഏലിയാവേ, നീ എഴുന്നേൽക്കുക, നിനക്കൊരു യാത്രയുണ്ട്. ഒരു പുരുഷന് കഴിയാത്തത് ഒരു സ്ത്രീക്ക് കഴിയുമെന്നാ. നോക്കണമേ, ആമേശ്വത്ര ആഹാബിന് വളരെ വ്യസനമാ. ആമേശ്വത്ര ഹല്ലേലൂയ. ഇസബേൽ ചോദിക്കുന്നു, എന്താ നിനക്കൊരു വിഷമം? ആ നാബോത്ത് എന്നൊരുത്തനുണ്ടല്ലോ, ആമേശ്വത്രം, അവൻ ആമേശ്വത്ര ഹല്ലേലൂയ അവന്റെ മുന്തിരിത്തോട്ടത്തെ ചോദിച്ചിട്ട് അവൻ തന്നില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിന്റെ മുന്തിരിത്തോട്ടത്തിനെതിരെ ആമേശ്വത്രം നോക്കുന്ന ഒരു ആമേശ്വത്ര വെല്ലുവിളി ഉണ്ടെന്ന്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവൻ പറയുന്നു, ഞാൻ പിതാക്കളിൽ നിന്ന് പ്രാപിച്ചത് തരത്തില്ല. പ്രൈസ്. വാഗ്ദത്ത മക്കൾക്ക് വ്യസനപുത്രനാണോ? സ്വാഭാവികമല്ല. ആരും തന്നില്ലെങ്കിലും ഇന്ന് അവൻ പകൽക്കാല ആത്മാവ് പറയുന്നു, നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ. അവൻ എബ്ബേസ് ആരുടെ മുമ്പിൽ പോയി മുട്ടുമടക്കില്ല. എനിക്ക് 5-10 മനുഷ്യൻ തന്ന കുറച്ചേ തരത്തുള്ളൂ. പരിധി വെച്ച് തന്നിട്ട് നാളെ അവൻ പറയും, ആ മിശ്രം ഞാൻ കൊടുത്തിട്ട് അവ ഇതെല്ലാം നേടിയത്. എൻ്റെ ദൈവം തമ്പുരാൻ തന്നാലേ കരം തുറന്ന് കലവർ തുറന്ന് ആകാശത്തിലെ കിളിവാതിൽ തുറന്നു. നീ ഇന്നായിരിക്കുന്ന ശൂന്യത കണ്ട് നീ മിസ്റ്റർ ഭാരപ്പെടണ്ട. നിന്റെ ശൂന്യത്തിനകത്ത് ഞാൻ എൻ്റെ കരം വെളിപ്പെടുത്താൻ പോകും. നിന്റെ ശൂന്യതയുടെ അകത്തിന്റെ പ്രവൃത്തി ഞാൻ വെളിപ്പെടുത്തുന്ന നാളുകൾ അത് വിദൂരമല്ല. ഇത് പകൽക്കാലം ആത്മാവ് അതിനെ മിസ്റ്റർ വ്യക്തമായി ഇടപെടുകയാണ്. കരങ്ങളെ അടിച്ചൊരു നിമിഷം കൂടെ ദൈവത്തെ സ്തോത്രം ചെയ്യും. പരാക്രമശാലിയായ ഗിദെയോൻ അവൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടിയെന്ന ആമേൻ. നോക്കണമേ, ഒരു തിരഞ്ഞെടുപ്പ്. 300 പേരിലൂടെ ഒരു തിരഞ്ഞെടുപ്പ് വെളിപ്പെട്ടു. ആമേശ്വത്രം നായികൻ നക്കി കുടിക്കുന്നത് പോലെ കുടിക്കുന്നവരെയാ ആമേശ്വത്രം ഗിദെയോൻ തിരഞ്ഞെടുത്തത്. നോക്കണമേ, ഒരു വലിയ സൈന്യത്തെ ജയിപ്പാൻ ആമേശ്വത്രം തിരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കം പേരിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ വചനം പറയുന്നു, വിളിക്കപ്പെട്ടവർ അനേകർ, ആമേശ്വത്രം തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ആമേശ്വത്ര ഭവനത്തിൽ ആമേശ്വത്രം നോക്കണമേ, വലിയൊരു തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ആമേശ്വത്ര എന്നാൽ ആമേശ്വത്രം തിരഞ്ഞെടുക്കേണ്ടവൻ ഇന്നും ആരും അറിയാതെ ഇങ്ങനെ വനാന്തരത്തിൽ കിടക്കുക, ഒതുക്കപ്പെട്ട് കിടക്കുക. സ്വന്തം അവനെ ഭവനവും ബോധർ ചെയ്യുന്നില്ല, ആരും ബോധർ ചെയ്യുന്നില്ല. ഇന്ന് പകൽക്കാല ആത്മാ വളരെ വ്യക്തമായി പറയുന്നു, ലോകത്തിന്റെ കണ്ണുകൾക്കൊന്നും നിന്നെ അവൻ കണ്ടില്ലെങ്കിലോ മിത്ര ഉയരത്തിലെ അപ്പച്ചന്റെ കണ്ണ് നിന്നെ കാണുന്നുണ്ട്. ആത്മാവ് എന്നോട് വ്യക്തമായി പറയുന്ന ദൂത് മിത്ര മുറുകെ പിടിക്കുക. യാക്കോബിനെ അനുഗ്രഹിക്കണമെന്ന് എൻ്റെ അപ്പന്റെ പദ്ധതിയാണ്. എന്നാൽ അന്ന് വരെയുള്ള നിയമങ്ങൾക്കൊന്നും ഇതിന് സാധ്യതയില്ല. നിയമമെല്ലാം പറയുന്ന ഒരു സാധ്യതയില്ലെന്ന്. എന്നാൽ എൻ്റെ അപ്പനൊരു പദ്ധതി ഇട്ടാൽ ലോകത്തിൻ്റെ നിയമങ്ങളെ, വിധികളെ മാറ്റി അവൻ തുറച്ചു നോക്കുന്ന കണ്ണുകളുടെ നടുവിൽ തന്നെ അവൻ വനത്തിൽ കിടന്നവനെ അവൻ കൊണ്ടുവന്ന് അവൻ രാജകീയ അഭിഷേകം ചെയ്തെങ്കിൽ ആ മിത്രൻ രാജസ്ഥാനത്ത് അവനെ ഉറപ്പിച്ചെങ്കിൽ ആത്മാവ് അവൻ വളരെ വ്യക്തമായി പറയുന്നു, ഞാൻ നിന്നെ ഉറപ്പിക്കേണ്ടിടത്ത് ഉറപ്പിക്കും. ഇസഹാക്ക് ഒന്നിന് പുറകെ ഒന്നായി കുഴിച്ചു, ആമേ ശത്രു ഒന്നിന് പുറകെ ഒന്നായി മൂടിയെന്ന. എന്നാൽ തളർന്നില്ല, വീണ്ടും പോയി കുഴിച്ചടത്ത് ആമേ ദൈവം വിശാലത വരുത്തി. ആമേ നിന്റെ ജീവിതത്തിന്റെ മേഖലകളെ, അവസ്ഥകളെ ഞാൻ മാറ്റി. ആമേശ്വരം നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ വിശാലതയും വിടുതലും വെളിപ്പെടുത്തുമ്പോൾ ഇങ്ങനെ ഒരു വടിയോടുകൂടെ ഞാൻ വന്നത്. അവൻ പറയും, 2 കൂട്ടമായി പിരിയുമാറ് ഞാൻ
നിന്നെ നിനക്ക് വേണ്ടി ഞാൻ ചിലത് കെട്ടപ്പെട്ടു, നിനക്ക് വേണ്ടി ചിലത് ഞാൻ ഒരുക്കപ്പെട്ട് കഴിഞ്ഞു. ഈ നാളുകൾ ഒരുക്കപ്പെട്ടതിനകത്തേക്ക് കടന്നു വരുക. ഈ നാളുകളിൽ ആലോചനയോടെ ചുവട് വെച്ച് മുന്നോട്ട് വരിക. നീ ഒരു ചുവട് വയ്ക്കാൻ തയ്യാറാണെങ്കിൽ നിന്നോട് കൂടെ ദൈവത്തിന്റെ പ്രവൃത്തിയിരിക്കും. ദൈവത്തിന്റെ കരം വെളിപ്പെടുക. കരങ്ങളെ അടിച്ചൊരു നിമിഷം ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആത്മാവിങ്ങനെ പറയുന്നു, വെള്ളം പോലെ തുളുമ്പുന്ന രൂപേനെ നീ ശ്രേഷ്ഠനാകയില്ല. മുമ്പിൽ നിൽക്കേണ്ടവനെ തള്ളി പിൻപിലുള്ള ഒരു യഹൂദെ ദൈവം മുമ്പിൽ കൊണ്ടുവന്നെന്നാണ് വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു. മുമ്പന്മാർ പിൻപന്മാരും, പിൻപന്മാർ മുൻപന്മാരുമാകും. ആമേൻ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണ്, എന്നാൽ ബിരുദ് പ്രാപിക്കുന്നവർ ചുരുക്കമാണ്. ഓടിയവർ പലരും പട്ടുപോയി, പലർക്കും ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ കഴിഞ്ഞില്ല. അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ അവരെ തകർത്ത് കളഞ്ഞ പ്രതികൂലങ്ങൾ, അവർക്കെതിരെ വെല്ലുവിളിച്ച വെല്ലുവിളികൾ, അവരെ സ്വാധീനിച്ച അനേകം മേഖലകളിൽ അവർ ഒതുങ്ങപ്പെട്ടുപോയി. ഇന്ന് പകൽക്കാലം ആത്മാവ് പറയുന്നു, ശബരദര, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പണ്ടേയുള്ള പാതയിലൂടെ നടക്കട്ടെ. ആത്മാവ് ഇങ്ങനെ പറയുന്നു, അവന്റെ മുഖത്തേക്ക് ലക്ഷ്യം വച്ച് ഈ നാളുകളിൽ മുന്നോട്ട് കടന്നു വരുമെങ്കിൽ ഒരു ഏലിശ ലക്ഷ്യത്തോടെ കടന്നുപോയി, ലക്ഷ്യത്തോടെ തന്നെ മടങ്ങി വന്നു. ഒരു കൂട്ടർ നോക്കി നിൽപ്പുണ്ട്, ഇവൻ അവന്റെ പിറകെ പോകുന്നല്ലോ. ആമേൻ. നോക്കണമേ, ആമേൻ. ഏലിശയെ ദൈവം എന്തിനാ വിളിച്ചത്? ദൈവവേലയ്ക്കായി വിളിച്ചത്. അവന് ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ല. അവൻ കലപ്പയും വെള്ളം എല്ലാം വെട്ടിക്കീറി അവൻ കളഞ്ഞിട്ട് ഇവന്റെ പിറകെ പോകുകയാ. അപ്പൊ ലോകമെല്ലാം ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ആ ഏലിശയുടെ പുറകെ പോകുന്നത്? എന്തിനാ അവിടെ പാടാൻ പോകുന്നത്? പ്രാർത്ഥിക്കും. ചോദ്യങ്ങൾ ഇങ്ങനെ മുമ്പിൽ നിൽക്കുമ്പോൾ അവൻ ഇതൊന്നും വിഷയമല്ല, അവനും ദൈവവും തമ്മിലുള്ളതായി ഉടമ്പടി. ആത്മവാഴത്തിൽ പറയുന്നു, ദാവീദ് യോനാഥാനും തമ്മിൽ ഉടമ്പടി ചെയ്തു. അരക്കച്ച കൈമാറി, അവൻ വസ്ത്രങ്ങളെ കൈമാറി. സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ വിഷയങ്ങളെ എന്റെ ദൈവം തമ്പുരാനെ കൈമാറ്. അവൻ നിന്റെ വിഷയത്തെ ഏറ്റെടുക്കാൻ പോവുകയാണ്. മനുഷ്യൻ ഏറ്റെടുത്താൽ ഉണ്ടല്ലോ, കൂടെയുള്ളവർ ഏറ്റെടുത്താൽ സ്തോത്രം, പത്രോസിനെ പോലെ സാഹചര്യം വരുമ്പോൾ തള്ളി പറഞ്ഞു പോകും. എന്നാൽ എന്റെ ദൈവം അവൻ തള്ളിക്കറയുന്നവനല്ല. നോക്കണമേ, ആമേൻ. ആ അടിയേറ്റവനായി ശമരിയക്കാരന്റെ അനുഭവം വചനത്തിലൂടെ കടന്നു വന്നത് കൊണ്ട് പറയട്ടെ. ആമേൻ. ആ തകർന്നവന്റെ അവസ്ഥ കണ്ട് പുരോഹിതൻ കണ്ടുമാറി, ലേവ്യനും കണ്ടുമാറി. എന്നാൽ നല്ല ശമരിയക്കാരൻ നോക്കണമേ, കണ്ട് അവന്റെ അരികിൽ വന്നു, അവന് എണ്ണയും വീഞ്ഞും പകർന്നു, അവനെ എത്തിക്കേണ്ടിടത്ത് എത്തിച്ചു. അവൻ വീണ്ടും പറയുന്നു, അധികം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും ഞാൻ വരും. ആമേൻ. അവനാണ് യേശു, അവനാണ് നല്ല ശമരിയക്കാരൻ. കടം വീട്ടുന്നവന് നോക്കണമേ, ഒരുത്തൻ 50, ഒരുത്തൻ 500. ആരാ അധികം സ്നേഹിക്കുന്നത്? അധികം ഇളച്ചു കിട്ടിയവൻ. അവൻ മിണ്ടാതിരിക്കത്തില്ല. പൗലോസ് പറയുന്നു, അവൻ പാടിയില്ലെങ്കിൽ എനിക്കെന്താ വിഷയം? അവൻ പ്രസംഗിച്ചില്ലെങ്കിൽ എനിക്കെന്താ? ഞാൻ ചെയ്യും. ഇന്നാളുകൾ ആത്മാവ് പറയുന്നു, നീ എനിക്ക് വിലയേറിയവൻ, നീ എനിക്ക് മാന്യവൻ. എനിക്ക് വേണ്ടി നിന്നെ ഏൽപ്പിക്കുമെങ്കിൽ നിന്റെ സകല വിഷയത്തെ ഞാൻ ഏറ്റെടുക്കും. ആത്മാവ് അങ്ങനെ പറയുന്നത്, നിന്റെ ഉത്തരവാദിത്തം നാം ഏറ്റെടുക്കും. ആത്മാവ് ഇങ്ങനെ പറയുന്നു, നാം ഭവനം പണിതാൽ വൃഥാവാണ്. നാം ദൈവസഭ പണിതാൽ നമ്മുടെ ഭവനം ദൈവം പണിയും, തലമുറ ദൈവം പണിയും, സാഹചര്യം ദൈവം പണിയും. ആത്മാവ് പറയുന്നു, നിന്നെ ഞാൻ കണ്ടത് ദൈവത്തിന്റെ പണിക്കാ, നിന്നെ ഞാൻ പണിയും. ആമേൻ. നിന്നിലൂടെ എന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി ദേശത്തിന്റെ നടുവിൽ മാനിക്കുമ്പോൾ ഇത് യഹോവയാൽ സംഭവിച്ചു. മനുഷ്യന്റെ ദൃഷ്ടിയിൽ
സഭയിൽ ആശ്ചര്യം, ആശ്ചര്യം, ആശ്ചര്യം എന്ന് പറയൂ. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ചൊരു നിമിഷം ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. കരങ്ങളെ അടിച്ചൊരു നിമിഷം ദൈവത്തെ ശ്രദ്ധിച്ചാണ്. അവൻ ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചാട്ടെ. ജനഘടകൽക്കന വൈഡമന ഘടകസി അതരാ ജഗന ഘടകൽക്കന വൈഡമന ഹതരാ ജഗല ഘടകസി അതരാം ചുരാർഗന ഹതരാ ജഗന ഘടകൽക്കന അർഗന ഹുദരി ജഗല ഘടകസി. കർത്താവേ, ഇന്ന് പകൽക്കാലം ആമേൻ സ്വത്രം പണിയുന്ന ദൈവം ഞങ്ങളുടെ കൂടെയുണ്ടല്ലോ. ആമേൻ അസാധാരണമായ പ്രവൃത്തി വെളിപ്പെടുത്തുന്ന ദൈവം ഞങ്ങളുടെ കൂടെയുണ്ടല്ലോ. ആമേൻ സഭയിൽ മേൽ നിന്റെ കരം അവിടെ നിന്ന് വെളിപ്പെടുത്തണം. കുടുംബങ്ങളിൽ മേൽ നിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ. പട്ടണത്തിൽ മേൽ നിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ. ശുഭ്രതരാജകലഘടകൽക്കന ദൈവവചനം ഇങ്ങനെ പറയുന്നു. ആമേൻ മരുഭൂമിയിൽ വരണ്ട നിലത്തിൽ ഇളയ തൈ പോലെ ആമേൻ വേരൂന്നും. Praise God, hallelujah. നോക്കുമ്പോൾ സാധ്യതകളൊന്നും കാണത്തില്ല, സാഹചര്യങ്ങളൊന്നും കാണത്തില്ല. എന്നാൽ വചനം വളരെ വ്യക്തമായി പറയുന്നു. ആ മിശ്രം വരണ്ട നിലത്തിൽ അവൻ മുളപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ആ മിശ്രം വെളിപ്പെടുത്തും. ഒരു വൃക്ഷമായാൽ പ്രത്യാശ വെട്ടിയാൽ അവർ അതിനെ കിളിർപ്പിക്കും. യോസഫിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, അവൻ ഫലപ്രദമായ ജീവവൃക്ഷം, നീരുറവയുടെ അവൻ അരികിലൊരു വൃക്ഷം. അവന്റെ വേരാഴങ്ങളിൽ പോകും, അവന്റെ കൊമ്പും അതിൽ മീതെ പടരും. ആത്മാവിനോട് ഇങ്ങനെ പറയുന്നു, നിന്റെ മുമ്പിൽ ശത്രു ഉരുട്ടിയ അനേക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. എന്തിനാൽ അവൻ ഉരുട്ടി വെച്ചത്? ഇവൻ മുന്നോട്ട് പോകരുത്, ഇവൻ രക്ഷപ്പെടരുത്. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ലൂസിൽ കടന്നു വന്ന ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, യാക്കോബ് നോക്കണമേ, അവൻ കിടന്നൊരു കല്ല് തലയണയായി വെച്ചു. അവൻ ആ കല്ലിനോട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അവന്റെ തലയ്ക്ക് ഭാരമാണ്, അവനെ ആശ്വസിപ്പിക്കാത്ത, അവനെ വേദനിപ്പിക്കുന്ന, ആ മിസ്തരം നിരാശപ്പെടുത്തുന്ന ആ കല്ല്. ആ മിസ്തർ എന്താ അവൻ ചെയ്തത്? അവൻ അതിനെടുത്ത് നിവർത്തി. ബെർശേബയിൽ നിന്ന് ഓടിയെങ്കിലും അവിടെ നിന്ന് പ്രാപിച്ച എണ്ണയുടെ അഭിഷേകം ചോർന്നില്ല. അവൻ അതിൽ എണ്ണ ഒഴിച്ചപ്പോൾ അത് ചലിക്കാൻ തുടങ്ങി. ചലിക്കും, ചിലത് ചലിക്കുവന്നേ. ആമേൻ, ചിലത് ചലിക്കും, ചലിക്കാത്ത ചിലത് ചലിക്കാൻ പോകും. ചില നിയമത്തിന്റെ കുരുക്കുകൾ അഴിയും, രേഖകൾ ചിലത് അഴിയുവന്നേ. വെളിപ്പെടാത്തത് ചിലത് വെളിപ്പെടുമെന്നേ. ആത്മാവിൽ ഞാൻ ചൊരുക്കി പറഞ്ഞു വിടട്ടെ വചനത്തിൽ. ഒരു രീതിയിലും ആമേൻ സ്വത്രം മിസ്പയിൽ കല്ല് പൊക്കാൻ കഴിയുന്നില്ല. ശമൂവേൽ പറഞ്ഞു, ഒരുമിച്ച് വരണം. പ്രൈസ് ഗോഡ്. എവിടെയെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അവിടെയെല്ലാം ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. 2-3 പേർ എവിടെയുണ്ട് അവിടെ ഞാനുണ്ട്. 120 പേരുടെ നടുവിലും ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. നിന്നിൽ പകരുന്ന ഒരു അഭിഷേകമുണ്ടല്ലോ. അൽക്കന ജനഘടകസിയ. ആമേൻ ശമൂവേൽ പറഞ്ഞു, ഒരുമിച്ച് കൂടണം. ആമേൻ സ്തോത്രം. നോക്കണമേ, അവർ ഹോമയാഗം കഴിക്കുമ്പോൾ ഇന്നലെ വന്ന പിശാച് വീണ്ടും വന്ന് തകർക്കാൻ ദൈവം ആകാശത്ത് ഇടിമുറക്കി ചിതറിപ്പിച്ചു. അവൻ ചിതറിക്കിടന്നെ നിർത്തി വെച്ച് അവൻ പേര് യബനേസർ. ഇതുവരെ നടത്തിയവൻ യബനേസറായി. നിന്നോട് കൂടെയുണ്ടെങ്കിൽ യോസഫിന്റെ വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. അവന്റെ മുമ്പിലെ കല്ല് അവന് പടരാനും ഉയരാനും വളരാനുമുള്ളതായിരുന്നുവെങ്കിൽ നിന്റെ ഇന്നത്തെ സാഹചര്യമല്ല, നിന്റെ ആമേ സ്തോത്രം, ആമേ സാഹചര്യത്തെ ഞാൻ വിശാലതയിലേക്ക് മാറ്റും. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ വാഗ്ദത്തത്തിനായി സ്തോത്രം. കലങ്ങളെ അടിച്ചൊരു നിമിഷം കൂടെ ദൈവത്തെ മഹത്വപ്പെടും. ആത്മാവ് ഇങ്ങനെ ഇടപെടുന്നു. ക്രൂശിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി എത്ര നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. അത് ഏറ്റെടുക്കുന്നവർക്ക് ദൈവശക്തിയാണ്. ഏറ്റെടുക്കുന്നവർക്ക് ദൈവശക്തിയാണ്. ശുഭ്രതരാജകലഘടക. ഈ ശക്തി സാധാരണ ശക്തിയല്ല. ഈ ശക്തി എന്ന് പറയുന്നത് അസാധാരണമായ ശക്തിയാണ്. ആമേൻ സ്തോത്രം. ആമേൻ വചനത്തിൽ വായിക്കുന്നു, ചോദിക്കുന്ന നിനക്കുന്നതിലും അത്യന്തം നൽകുന്ന ശക്തിയാണ്. മൃഗനതരാജകന ശലോമ 2 കാര്യം ദൈവം ചോദിച്ചത്, ദൈവം അവൻ 5 കാര്യം ചോദിച്ചു കൊടുത്തു.
ബലതരാജ. എന്നാൽ ആമേശ്വര എലീശ ചോദിച്ചത് ഇരട്ടി ശക്തിയാ. അവനോട് പറയുന്നത്, നീ ചോദിച്ചത് ആമേശ്വര അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം. മനുഷ്യന്റെ മുമ്പിൽ കടന്നു പോയാൽ അവൻ പറയും സാധ്യതയൊന്നുമില്ല, ബുദ്ധിമുട്ടാ. എന്നാൽ ദൈവത്തിന്റെ മുമ്പിലാണോ നീ മുട്ടുമടക്കുന്നത്? ദൈവം പറയും അവൻ പറഞ്ഞത് ശരിയാണ്, ഇവർക്ക് അമിത്ര അനുഗ്രഹം കൊടുക്കണം, വാഗ്ദത്തം കൊടുക്കണം. സംഖ്യാപുസ്തകം 27:5 പറഞ്ഞ മോശ ആമിസ്ത്രം വിഷയത്തെ ദൈവകരത്തിൽ കൊടുത്തെന്ന ദൈവം പറഞ്ഞു, ഇവർ പറയുന്നത് ശരിയാണ്, ആമേശ്വത്ര ഇവർക്കൊരു അവകാശം കൊടുക്കണം, അവകാശം കൊടുക്കണം. യോശുവയുടെ കാലഘട്ടത്തിൽ യോശുവ അളവ് നൂൽ പിടിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ കരം പിടിക്കുന്നത് മനുഷ്യനല്ല, നിന്റെ കരം പിടിക്കുന്നത് ദൈവമെങ്കിൽ. എബ്ബേസിന്റെ പേര് അവന്റെ പട്ടണത്തോട് കൂടെ അറിയപ്പെട്ടു വന്ന ജ്ഞാനികളും പണ്ഡിതന്മാരും എല്ലാം നിറഞ്ഞ ആ പട്ടണത്തിൽ എബ്ബേസിന്റെ പേരറിയപ്പെടുവാൻ കാരണം ദൈവത്തിന്റെ കരം അവനോട് കൂടെയിരുന്നു. ചുബറതരാജകലഘടകസ്യ, നിന്നോട് കൂടെയുള്ളവൻ ഈ ലോകത്തിനുള്ളവനേക്കാൾ വലിയവൻ, വലിയവൻ. ശബറതരാജകല, അവൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കും, അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അവന്റെ പ്രവൃത്തി തീർന്നു പോയിട്ടില്ല. പലപ്പോഴും ചിന്തിക്കും എല്ലാം തീർന്നു പോയോ? നോ നോ നോ, തുടങ്ങുന്നതേ ഉള്ളൂ, തുടങ്ങുന്നതേ. നിന്റെ ജീവിതത്തിൽ ചില തുടക്കങ്ങളുടെ ആരംഭമാ. ആമേശ്വത്രം ചില തുടക്കങ്ങളിലേക്ക് ഞാൻ കാമേശ്വത്രം കൈമാറുകയാ, ഞാൻ കൊണ്ടുപോകുകയാ. നിന്നെ ഒതുങ്ങല്ല, നിന്നെ ഏൽപ്പിച്ചു തരിക, നിന്നെ വിട്ടു തരിക. അമ്മ പറഞ്ഞ് എനിക്കായി നിന്നെ ഒന്ന് ഏൽപ്പിച്ചു തരിക. ആമേശ്വത്രം ഞാൻ നിന്നെ പണിയാൻ തുടങ്ങും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവൻ മിനുസമുള്ള ഒരു പാത്രമായി, യജമാനന്റെ കരത്തിൽ ഇണങ്ങിയ ഒരു പാത്രമായി നിന്നെ ഞാൻ പണിത് പുറത്തു കൊണ്ടുവരുമ്പോൾ ഇത് യഹോവയാൽ സംഭവിച്ചു. മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യ. കർത്താവിന്റെ കരങ്ങളിലേക്ക് കരങ്ങളെ അടിച്ചൊരു നിമിഷം സ്തോത്രം ചെയ്തോട്ടെ. എല്ലാവരും ഒരുമിച്ച് സ്തോത്രം ചെയ്തോട്ടെ. ഹല്ലേലൂയ. യഹോവയുടെ കരം സഭയോട് കൂടെ ഇരുന്നു. അവർ വലിയ ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിച്ചു. ആമേശ്വത്രം ഹല്ലേലൂയ, റിവൈവൽ കണ്ട് സന്തോഷിച്ചു. ഇന്ന് പകൽക്കാലം വാത്സല്യ ദൈവസഭയെ, ദൈവമക്കളെ, ഒരു റിവൈവലിനായി നമ്മെ ഏൽപ്പിക്കുക, ദൈവപ്രവൃത്തിക്കായി നമ്മെ ഏൽപ്പിക്കുക. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും വലുത്. നമ്മെ സാഹചര്യങ്ങൾ നോക്കി നാം വിധി എഴുതണ്ട. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഈ മുഖാന്തരം ഒരുക്കിയ ഭൃത്യനോട്, വാത്സല്യ സഭയോട്, ഭൃത്യന്മാരോട്, എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.